പേരൻസിനോട് അങ്ങനെ ദേഷ്യം വെച്ചോണ്ടിരിക്കില്ല മക്കളെ. ഡോണ്ട് ബി ആംഗ്രി. അത് നിങ്ങൾ സ്വന്തം അമ്മയാകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതിന് വില എന്തുവാന്ന്. ഒരു 3-4 ഓടെ ഒന്ന് വളർത്തി നോക്ക്, തല പോകുകയും. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? ആൾക്കാരുണ്ടെ സൗണ്ട് വേണം, കർത്താവേ അവരെ സന്ദർശിക്കണമേ. എന്തോ കുറഞ്ഞ ഒരു കാർ അവനെ ഇടിച്ച് കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കണം. കള്ളം ആഫ്റ്റർ കള്ളം. ഞങ്ങളുടെ സെമിനാറിൽ ഒരു പയ്യൻ ഇതുപോലെ എന്തോ കള്ളം പറഞ്ഞ് വീട്ടിൽ പോയി. തിരിച്ചു വന്നു നേരെ ഈ ഡീൻ ഓഫ് സ്റ്റുഡൻസിന് മുന്നിൽ തന്നെ ചാടി. ഇവന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. നീ എവിടെ പോയിക്കണം? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ യൂട്രസ് ഓപ്പറേഷന് വേണ്ടി പോയായിരുന്നു. ഉടനെ ഈ സാറ് ദേഷ്യപ്പെട്ടാ വന്നത്. ഇത് കേട്ടപ്പോ പറഞ്ഞോ, കയറിപ്പോടാ യൂട്രസ്. ഓക്കെ, നിങ്ങൾ നാട്ടിൽ പോയപ്പോൾ എപ്പോഴേലും നിങ്ങൾ ഒരാഴ്ച അറ്റ്ലീസ്റ്റ് ട്രെയിനിൽ യാത്ര ചെയ്തവർ എത്ര പേരുണ്ട്? ട്രെയിൻ ചിലവർ പോയിട്ടില്ല. ഓക്കെ, ചിലർക്ക് പ്ലെയിൻ അറിയത്തില്ല. ട്രെയിനിൽ യാത്ര ചെയ്ത പ്രത്യേക സുഖമാണ്. ഈ ഞങ്ങളുടെ നാട്ടിൽ ഈ ട്രെയിൻ റെയിൽവേസിൽ ഈ കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ട്രെയിനുണ്ട്, കേട്ടിട്ടുണ്ടോ? ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നൊരു, അല്ലെങ്കിൽ അതിനെ കേരള എക്സ്പ്രസ്, KK എക്സ്പ്രസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. ഞാൻ തിരുവനന്തപുരത്താണ് രക്ഷിക്കപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു വ്യക്തി ഈ കേരള എക്സ്പ്രസ് ട്രെയിനിൽ കയറി. പുള്ളിയുടെ ലക്ഷ്യം ഡൽഹി പോകാനുള്ള കാര്യത്തിൽ പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് കയറി. ട്രെയിൻ മുന്നോട്ട് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ചെങ്ങന്നൂർ സ്റ്റേഷൻ കേട്ടിട്ടുണ്ടോ? ചെങ്ങന്നൂരല്ലേ? പിന്നെ എന്തോ ചോദ്യം അല്ലേ? അയ്യോ, ആ മോഹമൊക്കെ അങ്ങ് വിടർന്നില്ല ചെങ്ങന്നൂർ കേട്ടപ്പോൾ. നമ്മുടെ സ്റ്റേഷൻ എന്നൊക്കെ പറയാം. ഈ ചെങ്ങന്നൂർ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത, ഈ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിൻ വന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തുന്ന അതേ സമയത്ത് ഈ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന കേരള എക്സ്പ്രസ് വന്ന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് പാർക്ക് ചെയ്യും. അപ്പോൾ ഈ വ്യക്തി യാത്ര ചെയ്ത് ചെങ്ങന്നൂർ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കൊരു ദാഹം ഉണ്ടായിട്ട് പുള്ളി സ്റ്റേഷനിൽ ഇറങ്ങി വെള്ളം കുടിക്കാനായിട്ട് കടയിലോട്ട് പോയി. പക്ഷേ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് പുള്ളി ശ്രദ്ധിച്ചില്ല, പുള്ളിയുടെ ട്രെയിൻ അങ്ങ് പോയി. എന്നിട്ട് ഡൽഹിയിൽ നിന്ന് വന്ന ട്രെയിൻ എന്ത് ചെയ്തു? അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് പാർക്ക് ചെയ്തു. അപ്പോൾ പുള്ളി വെള്ളം കുടിച്ച് വന്നപ്പോൾ നോക്കിയപ്പോൾ എന്തോ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാണുന്നില്ല. അപ്പോൾ പുള്ളി അപ്പുറത്ത് നോക്കിയപ്പോൾ സെയിം ബോർഡ്, എന്തോ തിരുവനന്തപുരം ടു ന്യൂഡൽഹി. അപ്പോൾ പുള്ളി ഓർത്തു ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണത്താൽ ചിലപ്പോൾ വണ്ടി ബാക്കപ്പ് ചെയ്തിട്ട് മാറ്റി നിർത്തിയാന്ന് വിചാരിച്ച് പുള്ളി ഫ്ലൈ ഓവറൊക്കെ കയറി അപ്പുറത്ത് ഇറങ്ങി. ഭാഗ്യത്തിന് പുള്ളിയുടെ സ്ലീപ്പിൽ കറക്റ്റ് ആ ടോപ്പ് ബർത്ത് ഫ്രീ തന്നെ ആയിരുന്നു കിടന്നത്. അപ്പോൾ പുള്ളി മുകളിൽ കയറി ഇങ്ങനെ കിടന്ന് ട്രെയിൻ വിട്ടു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പുള്ളി ഓർത്തന്നെ യാത്രക്കാരൊക്കെ ഉണ്ടെന്ന് നോക്കാം. പുള്ളി നോക്കിയപ്പോൾ എല്ലാം പുതിയ യാത്രക്കാർ. അപ്പോൾ പുള്ളി ഓർത്ത് ചിലപ്പോൾ ഈ ചെങ്ങന്നൂരിൽ ആൾക്കാർ ഇറങ്ങിയിട്ട് വേറെ പുതിയ യാത്രക്കാർ കയറിയെന്ന് വിചാരിച്ചു, ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ച് പേരൊക്കെ ചോദിച്ചിട്ട് അവരോട് ചോദിച്ചു, എവിടാ പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളൊരു ശാസ്ത്രം എത്ര പുരോഗമിച്ചിരിക്കുകയാണ്. ഒരേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മുകളിലെ ബർത്തിലുള്ള ആൾക്കാർക്ക് ഡൽഹി പോകാനുള്ള സംവിധാനവും താഴത്തെ ബർത്തിൽ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള സംവിധാനവും. വാട്ട് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്! AC കോച്ചിൽ നമ്മൾ യാത്ര ചെയ്താലും തെറ്റായ ട്രെയിൻ ആണെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഡെയിലി ഇല്ലെങ്കിൽ നമ്മുടെ ദിശ മാറിപ്പോകും. എല്ലാ കാര്യത്തിലും ദൈവത്തോട് നമ്മൾ ചോദിച്ചേ പറ്റും. ഇവരൊരു ഡ്രസ്സ് മേടിക്കാൻ പോയാൽ പോലും നമ്മൾ ദൈവാത്മാവോട് ചോദിക്കണം, ഇത് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ല. കാര്യം അതുപോലെ ദൈവമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയാൽ മാത്രമേ ഈ പാപം തന്നെ ലോകത്തിൽ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ ചർച്ചയിൽ പോകുന്നുണ്ടായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ വ്യക്തിപരമായ ദൈവമായിട്ട് ഒത്തിരി ക്ലോസ് ആണ്. ഞാൻ ഒത്തിരി ആൾക്കാരോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഈ നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥന എങ്ങനെയുണ്ട്? അപ്പോൾ അവരെല്ലാം പറയും, അച്ഛാ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞാൻ പറഞ്ഞു, അതല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എങ്ങനെയുണ്ട്? അപ്പോൾ അച്ഛാ ഞങ്ങൾ ചർച്ചിലെ പ്രേയറിനെല്ലാം പോകാറുണ്ട്. ഞാൻ പറഞ്ഞു അതല്ല.
അതല്ല, തന്നെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന അവരച്ഛൻ ഞങ്ങൾ കൺവെൻഷന് പോകാറുണ്ട്. ഇവർ ഇത് പറയത്തില്ല. ഒരു മെജോറിറ്റി ആൾക്കാരോട് ഞാൻ ചോദിക്കുമ്പോൾ അവരെല്ലാം ഈ ഒറ്റയ്ക്കിരുന്നുള്ള ദൈവമായിട്ടുള്ള സമയം വളരെ കുറവാണ് അവരുടെ ജീവിതത്തിൽ. അവർ ചർച്ചിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണ്, ചിലപ്പോൾ ഒഫീഷ്യൽ മാറ്റേഴ്സിലെല്ലാം ഇൻവോൾവ് ആണ്. പക്ഷെ ഇവർക്ക് രഹസ്യമായിട്ടുള്ള പ്രാർത്ഥന വളരെ കുറവാണ്. രഹസ്യമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ഇരുന്ന് അവർ പറയുന്നത് വെച്ചാൽ ഞാൻ ബൈബിൾ വായിക്കാറുണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞു ദൈവം ചെയ്ത് ബൈബിൾ വായിക്കില്ല. സന്തോഷമായില്ലല്ലേ? പക്ഷെ ബൈബിൾ പറയുന്നത് നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണമെന്ന്. കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിച്ചോ, ചർച്ച വരുമ്പോൾ വാക്യമൊക്കെ സങ്കീർത്തനം വായിക്കുന്നു. പക്ഷെ തന്നെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ? യു ഷുഡ് മെഡിറ്റേറ്റ് ഓൺ ഹിസ് വേസ്. യു ഷുഡ് കോൺടെംപ്ലേറ്റ് ഓൺ ഹിസ് വേസ്. കോൺടെംപ്ലേറ്റ് തന്നെ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് തന്നെ സമയമെടുക്കണം. അപ്പം ഞാൻ ഈ ഇങ്ങനത്തെ മിഷണറി യാത്രയുടെ ബന്ധത്തിൽ ഞാൻ പല വീടുകൾ ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്ക വീടുകളിലും രാവിലെ 7 മണിക്ക് ഒരു സൈറൺ മുഴങ്ങുന്നത് കേൾക്കാം. സൈറൺ. ആ സൈറൺ എങ്ങനെയാണ്? ഡാ ഡീ. ഇത് മിക്ക സമയത്തും വരുന്നത് ഈ കിച്ചണിൻ്റെ അവിടെ നിന്നാണ് വരുന്നത്, കിച്ചണിൽ നിന്ന്. അപ്പം ഈ പിള്ളേർ ഈ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങി ഈ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ സൈറൺ മുഴങ്ങുന്നത്. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, നീ ബൈബിൾ വായിച്ചോ? അപ്പോൾ ഉടനെ ഈ മുറിയിലേക്ക് ഒറ്റ ഓട്ടം. ആരാ? പിള്ളേരല്ല, ഈ പേരൻസ് തന്നെ ഓടിയിട്ട് ഈ ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് അവരോട് പറയടാ ഒരു വാക്ക് അറ്റ്ലീസ്റ്റ് വന്നിട്ട് വായിച്ചിട്ട് പോകാൻ. ഇതെന്തിനാണെന്നറിയോ? ലോറി ഇടിക്കാതിരിക്കാൻ വേണ്ടിയാ, മാർക്ക് കുറയാതിരിക്കാൻ വേണ്ടിയാ, ജോലി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. പല ആൾക്കാരിപ്പോൾ പേടിച്ച ബൈബിൾ വായിക്കുന്നത്. എന്താണെന്നറിയോ? ഞാൻ അഥവാ വായിച്ചില്ലെങ്കിൽ ജോലി പോവോ? ചർച്ചിലൊക്കെ പാസ്റ്റർ വിചാരിക്കില്ല കേട്ടോ ഭയങ്കര വിശ്വസ്തരാണെന്ന്. അവർ വന്നില്ലെങ്കിൽ ജോലി പോകുമെന്ന് പേടിച്ച പല ആൾക്കാരും വരുന്നത് ചർച്ചിൽ. ഒരു ക്രിസ്തീയ ജീവിതം ഒരു ആനന്ദത്തോടെ ചെലവാക്കി മുന്നോട്ട് പോകേണ്ട പകരം പല ആൾക്കാർ പേടിച്ച അപ്പോൾ ജീവിക്കണം. എന്താ പ്രശ്നം? ഈ ഒറ്റയ്ക്ക് ദൈവമായിട്ടുള്ള സമയം കുറഞ്ഞു അവരുടെ ജീവിതത്തിൽ. അവർക്ക് കർത്താവിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് കിട്ടിയിട്ട് ഇടയ്ക്ക് എവിടെയോ ഇത് വിട്ടുപോയി. നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിന്, കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1 and 2 കേട്ടോ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ബൈബിൾ ഉള്ളവരെല്ലാം തുറന്നേ. പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾസ്. ഇഫ് യു ഡോണ്ട് ഹാവ് എ ബൈബിൾ, ലുക്ക് ഇൻ ടു യുവർ നെയ്ബേഴ്സ്. ആർക്കെങ്കിലും ബൈബിൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നവർക്ക് ഇല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളിതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഓപ്പൺ യുവർ ബൈബിൾസ്. ആൻഡ് ചിലവർക്ക് എഴുതിയെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുത്തോ. പ്രസംഗത്തിനൊന്നും കോപ്പറേറ്റ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി ഇത് ഷെയർ ചെയ്യാം കേട്ടോ. എവിടെ ഷെയർ ചെയ്യുന്നത് എന്നോട് പറഞ്ഞാൽ മതി, ഞാനിവിടെ നിന്ന് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സോ എഴുതിക്ക്, നോ പ്രോബ്ലം. യു ക്യാൻ റൈറ്റ് ഡൗൺ, നോ പ്രോബ്ലം. ഓക്കെ, തിങ്സ്. ഓക്കെ, കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിന്റെ അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. കണ്ടോ, ഇവിടെ എന്തുവാണ് ഈ 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ ഏതാ? നിങ്ങളുടെ ബൈബിളിലോട്ട് തന്നെ നോക്കിയോ. എന്തോ 2 കാര്യങ്ങൾ ചെയ്യണം, ഒരു കാര്യം ചെയ്യണ്ട. ഏതാ? 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തുവാ? ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എന്നിട്ട് ഒരു ഭാഗം ചിന്തിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഭൂമിയിൽ. പക്ഷെ നമ്മൾ എന്തോ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ? ഇത് പിശാചിന് അറിയാം. പിശാചിന് അറിയാവുന്നുണ്ട്. അവൻ എന്തോ ചെയ്യും? നമ്മുടെ ഫോക്കസ് മാറ്റിയിട്ട് ഈ ഭൂമിയിലുള്ള വിഷയത്തിലേക്ക് കണ്ടമാനം അങ്ങ് തിരിക്കും. അവസാനം നമ്മൾ എന്തോ ചെയ്യും? ദൈവം പിന്നെ എന്തോ പറയുന്നത് കേൾക്കത്തില്ല, അവന്റെ ഹിതം അന്വേഷിക്കത്തില്ല, അവന്റെ സമയം എന്തോ എന്നുള്ള കാര്യം അന്വേഷിക്കത്തില്ല. ആൾക്കാർ നിരാശയില്ല, പല ആൾക്കാർ ജീവിക്കുന്നത്. നമ്മൾ പല സമയത്തും ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്നത് ലോകത്തിലുണ്ടായ എന്തോ ഒരു പ്രശ്നത്തെയോ ദുഃഖത്തെയോ ഓർത്ത കരയുന്നത്.
എത്ര പേര് ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്? പണ്ട് നമ്മൾ ചെയ്തവരാ. പക്ഷെ ഈ കാലാകാലങ്ങളിൽ പല വിഷയങ്ങൾ കയറി വന്നിട്ട് ദൈവമായിട്ടുള്ള സമയം ചെലവാക്കാത്തതുകൊണ്ട് കണ്ണുനീർ എന്തായി മാറി? ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കണ്ണുനീരായി മാറി. നിരാശ വരുമ്പോൾ, വേദന ഉണ്ടാകുമ്പോഴുള്ള കണ്ണുനീരായി മാറി. സ്നേഹം, ദൈവത്തിന്റെ കൃപയോർത്ത്, ദൈവം എത്ര നല്ലവനാന്ന് ഓർത്ത് കരയുന്നത് പല ആൾക്കാരും മറന്നുപോയി. പല പാട്ടുകൾ ചർച്ചിൽ പാടുന്നത് ധ്യാനിച്ച് പാടുമ്പോഴെല്ലാം അവരുടെ മനസ്സ് എങ്ങോട്ടാ പോകുന്നറിയോ? ദൈവം എത്ര മഹത്വം ഉള്ളതാന്നുള്ള മറന്നുപോയിട്ട് അവരെ പ്രയാസത്തിലേക്ക് ധ്യാനിക്കുക. കരയുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ കണ്ടില്ലേ കർത്തൃമേശയൊക്കെ, ഇന്നിവിടെ ഉണ്ടോ കർത്തൃമേശ? കർത്തൃമേശയൊക്കെ വരുമ്പോൾ പല ആൾക്കാർ കർത്താവിന് വേദന എടുത്ത് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല, കർത്താവ് ക്രൂശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ പോലും പറഞ്ഞു എന്തുവാ? എന്നെ ഓർത്ത്. അത്രയും വേദനയിൽ കൂടെ നടന്നപ്പോൾ പോലും കർത്താവ് പറഞ്ഞു എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളുടെ ക്രൈ ഫോർ യുവർ ചിൽഡ്രൻ. എപ്പോഴും നമ്മൾ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ കരയുന്ന എന്തിനാ? അവനെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നൗ ഹീസ് റോസ് അഗൈൻ, ക്രൈസ്റ്റ് റിസൺ, ഉയർത്ത ദൈവമാണ്. നമ്മളിപ്പോ അവന്റെ സ്നേഹത്തെ ഓർത്തൊക്കെ നൈസ്. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ദൈവത്തോട് അടുക്കണം ഈ കർത്തൃമേശ നടക്കുമ്പോൾ. അതുകൊണ്ടാണ് അവനുമായിട്ട് പങ്കെടുക്കാനായിട്ട് പറഞ്ഞത്. അല്ല, നമ്മളിപ്പോഴും പെട്ടെന്ന് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിന്റെ സീൻ വരുന്നു. നമ്മളിങ്ങനെ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയിട്ട് കർത്താവിനെ ഓർത്ത് പല ആൾക്കാർ കരഞ്ഞോണ്ടിരിക്കുക. എപ്പോഴും അവന്റെ സ്നേഹത്തെ ഓർത്ത് കരയണം, അല്ലാതെ അവൻ്റെ അടുത്ത് പങ്കപ്പാടുന്ന ഓർത്തല്ല. അവൻ നമ്മളെ സ്നേഹിച്ച ഓർത്ത്, അവൻ നമുക്ക് വേണ്ടി കംപ്ലീറ്റ് പാപങ്ങളും അവൻ ക്ഷമിച്ചത് ഓർത്ത് നമ്മൾ കരയണം. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനസ്സറിയാതെ ഈ ലോകത്തിലേക്ക് വഴുതി പോകുന്നതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. പിശാച് നമ്മുടെ മൈൻഡ് മാറ്റി വിടാൻ പാടില്ല. സോ വി ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം. നമ്മൾ പല യൂട്യൂബിലും പല പാസ്റ്റേഴ്സിന് മെസ്സേജ് കേൾക്കുന്നു. ഗുഡ്, നൈസ്. ചർച്ച് വരുമ്പോൾ കർത്താവിന്റെ ദാസൻ അനീഷ് പാസ്റ്ററൊക്കെ പ്രസംഗിക്കും, ഇതൊക്കെ കേൾക്കണം, ഗുഡ്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാപിക്കുമ്പോഴാണ് ശരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയത്തോട് ഇടപെടുന്നത്. മറ്റേ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ശരിയാ, പക്ഷെ നിങ്ങൾ ദൈവമാര് ചെലവാക്കുമ്പോൾ നിങ്ങൾ തന്നെ ദൈവമാര് സമയം ചെലവാക്കുക. അവിടെ ഈ കളിപ്പീരില്ല, അഭിനയില്ല. അവിടെ പച്ചയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് അവിടെ പറയാ. മനസ്സിലായി ഞാൻ പറയുന്നത്? സോ യു ഹാവ് ടു സ്പെൻഡ്. മറ്റെല്ലാം ചിലപ്പോൾ മേ ബി ചർച്ച വേണമെങ്കിൽ അഭിനയിക്കാം, കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണമെങ്കിൽ അഭിനയിക്കാം. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. ആ സമയം നിങ്ങൾ ചെലവാക്കുകത്തോളം കാലം നിങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാരായി മാറും. പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കയറി വരും. നമുക്ക് നോക്കാം. ഈ അധ്യായത്തിൽ തന്നെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, ദാറ്റ് മീൻസ് ദൈവമായിട്ട് അത്രയും ബന്ധമൊന്നുമില്ല, ജസ്റ്റ് വല്ലപ്പോഴും ചർച്ച വരുന്നു കാര്യങ്ങളൊക്കെ, പക്ഷെ രഹസ്യ പ്രാർത്ഥന ഇല്ല. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? നിങ്ങളുടെ ചിന്തകൾ എങ്ങോട്ട് നീങ്ങും? ഭൂമിയിലേക്ക് നമ്മുടെ ചിന്തകൾ മാറും. അങ്ങനെ വരുമ്പോൾ പിശാച് എന്താ ചെയ്യുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടും. അത് ഫ്രീ ആയിട്ടാണ് തരുന്നത്. ഫ്രീ ആയിട്ട് കയറും. നമ്മൾ ക്ഷണിക്കാതെ തന്നെ ഫ്രീ ആയിട്ട് കയറി വരും. പക്ഷെ ഉയരത്തിലെ കാര്യം ചിന്തിച്ചാൽ അതും 3 കാര്യങ്ങൾ കിട്ടും. പക്ഷെ അത് ഫ്രീ അല്ല, ഇച്ചിരി മെനക്കെടണം. അപ്പൊ ഏതാ എളുപ്പം? നമ്മൾ സാധാരണ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ 4 അക്ഷരമുള്ള വാക്ക് നമ്മളെ ആകർഷിക്കും. എന്തോ അല്ലെ? സെയിലാകുമ്പോൾ കാശ് കൊടുക്കണം. മറ്റേതാ ഫ്രീ ബൈ 1. നമ്മൾ ആഗ്രഹിക്കുന്നത് ബൈ 1 ഗെറ്റ് 5 ഫ്രീ എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ട്രോളി എന്തായാലും കാലിയായിട്ടിരിക്കുമല്ലേ, ഒരു വഴിക്ക് പോകുന്നല്ലേ എന്ന് പറഞ്ഞ് എടുത്തെങ്കിൽ ഇടുക. ഫ്രീ കാണുമ്പോൾ ഏത് കോടീശ്വരൻ പോലും ഫ്രീ കണ്ടാൽ എന്തുണ്ടാവും? ഒരു ചെറിയൊരു ആകർഷണം. അപ്പൊ നമ്മൾ ചിലപ്പോ ഈ ഫ്രീയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഭൂമിയിലുള്ള കാര്യം ചിന്തിക്കുമ്പോൾ ആരും ക്ഷണിക്കാതെ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പല കാര്യങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ട് ക്രിസ്തീയ ജീവിതം വല്ലാത്തൊരു പരുവത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തുവാണ് ഈ 3 കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കയറി വരുന്നത്. അല്ല, ദൈവമായിട്ട് ബന്ധം നിങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ രഹസ്യ സമയം ദൈവമായിട്ട് ചെലവാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ദൈവം 3 കാര്യങ്ങൾ തരും. അതെന്തുവാ നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ലേൺ ടുഗദർ. ഒരുമിച്ച് പഠിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ആ പേപ്പറിന്റെ നടുക്കൊരു വര വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ എഴുത് ഭൂമിയിലുള്ള കാര്യങ്ങൾ, റൈറ്റ് സൈഡിൽ വേണമെങ്കിൽ യു ക്യാൻ റൈറ്റ്. മൊബൈലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഫോൾഡറിൽ വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. പക്ഷെ വാട്സപ്പിലേക്ക് പോകില്ല, അതിനിടയ്ക്ക് ഇവിടെ തന്നെ നിൽക്കണം. ഡോണ്ട് ബി കെയർഫുൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തുവാണ് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ. നമ്മൾ ചിന്തിച്ചാൽ എന്തൊക്കെയാ ഫ്രീ ആയിട്ട് കയറി വരുന്ന കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, തിങ്സ് ബിലോ earthly തിങ്സ്. നമുക്ക് വലിയ ആത്മീയ വിഷയങ്ങൾക്ക് വലിയ താല്പര്യമില്ല, ബട്ട് ലോകവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കയറി വരാൻ പോകുന്ന 1ാമത്തെ കാര്യം ആ സെയിം അധ്യായം തന്നെ നോക്കി, അതിന്റെ 5ാമത്തെ വാക്യം ഒന്ന് വായിക്കും. വേഴ്സ് 5.
ഓക്കെ, വായിച്ച് വേഴ്സ് 5 ഒന്ന് വായിക്കാം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. കണ്ടോ, ദൈവവുമായിട്ട് ബന്ധം കുറഞ്ഞാൽ, ദാറ്റ് മീൻസ് നമ്മൾ ഈ ചർച്ച വരുന്ന അറ്റൻഡൻസ് ഇരുന്ന് ഇരിക്കുന്നുണ്ട്, പക്ഷെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല. അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ, നിങ്ങൾക്ക് ആദ്യം കയറി വരുന്ന ഫ്രീ ആയിട്ട് പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും ക്ഷണിക്കാതെ കയറി വരുന്ന പാപങ്ങളാണ് എന്തുവാ, ദുർനടപ്പ്, സെക്ഷൽ ഇമ്മോറാലിറ്റി. ദാറ്റ് മീൻസ് ലൈംഗികമായ പാപങ്ങൾ നിങ്ങളെ കയറി പിടിക്കും. നിങ്ങൾ നേരത്തെ കൊണ്ടായിരുന്ന രഹസ്യ പാപങ്ങളൊക്കെ നിങ്ങൾ പോലും അറിയാതെ ഇത് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരും. ഞാൻ പറയുന്നവർക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കാണാൻ തുടങ്ങും. പോണോഗ്രാഫി നിങ്ങൾ കാണും, നിങ്ങൾ തെറ്റായ ബന്ധങ്ങളിൽ പോയി വീഴും, നിങ്ങൾ സ്വയഭോഗം, രഹസ്യ പാപത്തിലേക്കൊക്കെ നിങ്ങൾ തിരിച്ചു പോകും. ഇതെല്ലാം വരുന്ന എന്തിനാ, വചനം അകത്തില്ലാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സെക്ഷുവൽ സെൻസ് നമ്മളെ തലയ്ക്ക് കയറി പിടിക്കും. അതുകൊണ്ട് പല ആൾക്കാർക്കും ഫ്രീ ആയിട്ടൊന്നും ആരാധിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കുറ്റബോധം അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അവർക്ക് പാപം ചെയ്യുന്തോറും എന്താ പറ്റുന്നറിയാം, നിങ്ങളുടെ രഹസ്യമായുള്ള ബന്ധം കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ അഭിനയിക്കുന്ന ഒരാൾക്കാരായി മാറും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലവർ ചെയ്യും കേട്ടോ, ഈ ഒത്തിരി ഇതായുമ്പോൾ അവർ ചെക്ക് ചെയ്യും, അവർ ഉണ്ടോ ആത്മീയം, ഇടയ്ക്കൊന്ന് ആരാധിച്ച് അന്യഭാഷ വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യും. അന്യഭാഷ ഉണ്ടെങ്കിലാ ഓക്കെ നിങ്ങൾ സെറ്റിൽ. എന്ത് പ്രശ്നം, എപ്പോൾ ചെക്ക് ചെയ്യുന്ന ഗതികേടിലേക്ക് വന്നിരിക്കുക. ദൈവമായിട്ട് ബന്ധം കുറയുമ്പോൾ യുവർ ലൈഫ് വിൽ ചേഞ്ച്. പല പിള്ളേർ ഈ ഒരു പെൺകൊച്ചു വന്ന് മോനോട് വന്ന് ഐ ലവ് യു പറഞ്ഞു, മോൻ എന്ത് പറയും? അവന് വാക്കുകൾ പോലും വരുന്നില്ല. അവൻ പറയും പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. നമുക്കറിയത്തില്ല എന്തോ പറയണെന്ന്. കാര്യം എന്താ, നമ്മൾ സെക്ഷുവലി നമ്മൾ വീക്കാ. അവനോട് എന്തോ മറുപടി പറയണമെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് ബോയ്സ് ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നത് കേട്ടോ. ഈ ഗേൾസ് ആണെങ്കിൽ അവരോട് ഐ ലവ് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞാൽ അത് ആ ചാപ്റ്റർ ക്ലോസ്, ഫിനിഷ്. പക്ഷെ ബോയ്സിനോട് ആരെങ്കിലും ഐ ലവ് പറയും, നമ്മൾ നോ പറഞ്ഞുണ്ടല്ലോ, ബാക്കി ബോയ്സ് എല്ലാം നമ്മുടെ കൂടെ ഇവിടെ പൊട്ട, നിനക്ക് ഇങ്ങോട്ടൊരു ഓഫർ കിട്ടിയിട്ട് നീ ഇത് കളഞ്ഞോടാന്ന് പറയും. അപ്പൊ നമ്മൾ ഓർക്കും ശരിയാ. പ്രത്യേകിച്ച് ഈ ഇവിടുത്തെ ഗൾഫിലെ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളും നേരത്തെ പഠിച്ച സമയത്ത് ഈ മോർണിംഗ് ഷിഫ്റ്റും ഈവനിങ് ഷിഫ്റ്റും, മോർണിംഗ് ഗേൾസ് ആഫ്റ്റർനൂൺ ബോയ്സ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റത്തില്ല, വഴി പോലും വേറെ വഴി കൂടെ വിടുന്നത്. അപ്പൊ നമ്മൾ ആ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടേബിളിൽ എഴുതും വാട്ട് ഈസ് യുവർ നെയിം. ഞാൻ വഴി പറഞ്ഞു തരുമല്ല. അപ്പൊ ഈ ഫീലിങ്സ് ഈ യങ് ഏജിൽ ഈ ഫീലിങ്സ് ഇങ്ങനെ കാണും. എന്ത് പോകുന്ന കല്യാണം കഴിച്ചവർക്ക് പോലും ഫീലിങ്സ് കുറഞ്ഞിട്ടില്ലല്ലോ. ഈ പ്രശ്നത്തിൽ പോയി വീണിട്ട് എറണാകുളത്തൊരു കുടുംബം, ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോടുള്ള ഒരു ബിസിനസ് ട്രിപ്പ്, അവിടെ വേറെ കുടുംബം തന്നെ മാരീഡ് അല്ല, ലിവിങ് ടുഗദർ. എന്തോ പ്രായമുള്ളവർക്ക് പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സെക്ഷുവൽ ഡിസയേഴ്സ് റോങ് രീതിയിൽ പോകും. ആൻഡ് യു വിൽ നോട്ട് ഫൈൻഡ് പ്ലഷർ ഇൻ യുവർ ഫാമിലി, യു വിൽ ഗോ ടു അതർ പീപ്പിൾ. കാരണം എന്തുവാ, ആരെ വേണം ഇത് കാർന്ന് തിന്നാൻ സാധ്യതയുണ്ട്, എനിബഡി. ഞാൻ പറയുന്നത് മനസ്സിലായത്? ഒത്തിരി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി പിള്ളേർ വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവരെ ലൈംഗികമായി ചൂഷണം ചെയ്ത പല കഥകൾ. സ്വന്തം ചർച്ചയിൽ നിന്ന്, സ്വന്തം ഫാമിലി മെമ്പേഴ്സിന്, എല്ലാവരും വിശ്വാസികളെ, പക്ഷെ എന്തോ നല്ല വിശ്വാസികളായിരുന്നു. പക്ഷെ ദൈവമായിട്ട് ബന്ധം മാറിയപ്പോൾ ദേ യൂസ് ദെയർ ലൈഫ് ടു അബ്യൂസ് അതർ പീപ്പിൾ. ഞാൻ പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? നല്ല ആൾക്കാരായിരുന്നു, പക്ഷെ പിശാച് അവരെ ബാഡ് ക്യാരക്ടറിലേക്ക് മാറ്റി, ദുഷ്ടചിന്തകളിലേക്ക്, ഈവിൾ ഡിസയേഴ്സിലേക്ക് വഴുതി വിടുക. ബിക്കോസ് വിത്തൗട്ട് ദ ബൈബിൾ, വിത്തൗട്ട് പ്രേയർ യു ക്യാൻ നോട്ട് സർവൈവ്. നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുന്ന പാപം കുറയ്ക്കാനല്ല, നോ, അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പൊ അവന്റെ സ്നേഹം വർദ്ധിച്ചു കഴിയുമ്പോൾ ബാക്കി ഒന്നും നമ്മളെ അട്രാക്ട് ചെയ്തില്ല. മനസ്സിലായോ? ഞങ്ങളുടെ അവിടെ ഒരു 15 ബോയ്സിനെ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്ത് ഇവരിങ്ങനെ പുറത്ത് പോയപ്പോൾ അവരോട് പ്രത്യേകം ഇവരോട് പറഞ്ഞ്, പുറത്തു പോകുമ്പോൾ ഈ ആകർഷണം ഉണ്ടാകുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു വഴി. ശരി എന്നൊക്കെ പറഞ്ഞ് 15 പിള്ളേരിങ്ങനെ പുറത്തങ്ങോട്ട് പോയി കുറച്ച് മുന്നോട്ട് പോയപ്പോഴല്ലോ ഈ 15 പേരിൽ ഒരാള് പ്രൈസ് ദി ലോർഡ്,
ഉടനെ ബാക്കി 14 പേര് എവിടെ 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 എവിടെ? ഈ ഈ ഈ ദൈവവചനവുമായിട്ട് ബന്ധമില്ലാതെ പ്രൈസ് ലോർഡ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഹലോ, ചിലവരുണ്ടല്ലോ ഈ വണ്ടി കൊണ്ട് ഇടിക്കാൻ പോകുമ്പോൾ സ്തോത്രം, എന്നിട്ട് അവർ പറയും അച്ഛാ ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടാ വണ്ടി മാറിപ്പോയത്. എന്റെ സ്തോത്രം പറയുന്നത് വണ്ടി തിരിക്കാനാണോ? സ്തോത്രം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയല്ലേ? ഹലോ, എല്ലാത്തിനും സ്തോത്രം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇത് പറയുന്നത്, പക്ഷെ അതിനുവേണ്ടി അല്ല സ്തോത്രം. ഹലോ, പല ആൾക്കാർ ഈ ബൈബിളൊക്കെ ഒരു ലക്കി ചാർമായിട്ട് ഇങ്ങനെ ബെഡിന്റെ അടുത്ത് വെച്ചേക്കുക, ദുർസ്വപ്നം കാണാതിരിക്കാൻ വേണ്ടി. ഞാൻ പറയുന്നത് മനസ്സിലായോ? സ്തോത്രം ഇറ്റ് ഇസ് നോട്ട് വണ്ടി തിരിക്കാനല്ല സ്തോത്രം. ദൈവം അത് നിങ്ങളെ രക്ഷിക്കുക. നിങ്ങൾ സ്തോത്രം പറഞ്ഞതല്ല, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. എപ്പം നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പോകണമെന്നോ എപ്പോൾ ഇവിടെ ഉണ്ടാവണം, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ചല്ലേ നമ്മൾ ഇറങ്ങുന്നത്, ബാക്കി ദൈവം നോക്കിയുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾക്ക് ഈ ചിന്തകളെല്ലാം കണ്ടോ, പണത്തോടുള്ള താല്പര്യം, ഗ്രീഡ്, അവിടെ എഴുതിക്കുന്നത് അതൊരു വിഗ്രഹാരാധന, ഒരു ഐഡലട്രി ആയിട്ട് മാറുമെന്ന് പറയുന്നത് ഈ പണം. ദാറ്റ് മീൻസ് പണത്തോടുള്ള ആർത്തി നമുക്ക് പതുക്കെ കൂടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മുടെ ചിന്ത ഉയരത്തിൽ നിന്ന് മാറി പതുക്കെ ഭൂമിയിലേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. സപ്പോസ് ദൈവാത്മാവ് നിങ്ങളോടൊരു 500 ദിർഹംസ്, ഒരാളോട് ഇച്ചിരി കൂടുതലാന്ന് തോന്നില്ല, 500 ദിർഹംസ് സാധാരണ ആൾക്കാർ കൊടുക്കാൻ തോന്നാറില്ല. ഒരു 500 ദിർഹംസ്, ഞാൻ അവിടുത്തെ റുപ്പീസിലുള്ള രീതി പറഞ്ഞില്ല, 500 ദിർഹംസ് ഒരാളിനോട് ദൈവാത്മാവ് ഒരു പാവപ്പെട്ടവന് കൊടുക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ 500 ദിർഹംസ് എടുത്ത് കൈ പിടിക്കുമ്പോൾ തന്നെ ഈ കാണാത്ത ഒരു വള്ളി ഇതേൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ വള്ളിയുടെ അറ്റം, ബാക്കി അറ്റം ഈ ഹൃദയവുമായിട്ടാണ് കണക്ട് ചെയ്ത്. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, കൊടുക്കണോ വേണ്ടായോ, ഒരു വലിച്ചിൽ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും. ചില സമയത്ത് ഈ സ്തോത്രാഴ്ച ബക്കറ്റ് വരുമ്പോൾ നമുക്ക് തോന്നും ഇനി അത്രയും വേണോ ഇത്രയും വേണം. അപ്പൊ പക്ഷെ ദൈവാത്മാവ് പ്രേരിപ്പിച്ച് ആ പാവപ്പെട്ടവനെ കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഈ 500 ദിർഹംസ് ആ പാവപ്പെട്ട ആളിനെ കൊടുത്തെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്നറിയാം. പിന്നെ എപ്പോഴെല്ലാം ഈ പാവപ്പെട്ടവൻ നമ്മുടെ മുന്നിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 500 ദിർഹംസ് നടക്കുന്ന പോലെ. എന്നിട്ട് നമ്മൾ ഇത് വെച്ചുകൊണ്ട് അവനെ ചൂഷണം ചെയ്യും. ദൈവാത്മാവ് കൊടുക്കാൻ പറഞ്ഞ എന്തോ ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയാൻ പാടില്ല, ഇതൊക്കെ വാക്യമുണ്ട്. പക്ഷെ നമ്മൾ ഈ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവരെ തിരിഞ്ഞുവല്ല നോക്കിയില്ലെങ്കിൽ 500 ദിർഹംസ് കൊടുത്തിട്ട് അവന് നന്ദിയില്ലാത്തവൻ. Why do you expect that? Because you are going behind money. Money is controlling. If God told you to give, you should give it not expecting anything else. Are you understanding what I'm talking about? തിരിച്ച് പ്രതീക്ഷിക്കാതെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പണം നിന്നെ പിടിച്ചു തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ നോക്കിയപ്പോൾ ഒരു തൂണയിൽ എഴുതിക്കുക സ്പോൺസേഡ് ബൈ ബ്രദർ മാത്യു എന്ന്. പക്ഷെ കൊടുത്ത ആൾ പോലും ചിലപ്പോൾ അത് പ്രതീക്ഷയില്ലായിരിക്കും. ചിലവർക്കുണ്ട് ചില കസേരയിൽ അവരെന്നും അവിടെ ഇരിക്കത്തുള്ളൂ. കണ്ടുകൊണ്ട് ആ തങ്കച്ചാനും പാപ്പച്ചാനും എപ്പോഴും ഒരുമിച്ച്. ഇനി അതുമോ ആരെങ്കിലും അറിയാതെ അവിടെ നിന്നിരുന്ന് അവർ കണ്ണും കൊണ്ട് നമ്മളെ പൊക്കി മാറ്റും. എന്നുവെച്ചാൽ സ്ഥാനം അവന്റെ തലക്കേറി പിടിച്ചു. ഈ സ്പിരിച്വൽ ഡിസയർ മാറിയപ്പോൾ എന്ത് പറ്റി? ലോകത്തിന്റെ താല്പര്യം വന്നിട്ട് പാസ്റ്റർ ഇത്രയും 10-15 വർഷമായിട്ട് ഞാനിവിടെ ആരാധിക്കുമെന്ന് ഒരു പ്രബോധനത്തിന് പോലും ഒരു സമയം തന്നില്ലേ പാസ്റ്റർ? എന്തോ പാസ്റ്റർ, ഉടനെ അവർ ചാടി വേറെ ചർച്ച പോകും. ഇവിടെ പ്രബോധനത്തിന് അവസരം കിട്ടാൻ വേണ്ടി. എത്ര വർഷം കഴിഞ്ഞാലും ഡോണ്ട് എക്സ്പെക്ട് എ പൊസിഷൻ. The more and more you go closer to God, that expectations go away. നമ്മുടെ ആഗ്രഹങ്ങൾ മാറി, പണത്തോടുള്ള താല്പര്യം മാറി. ഞാൻ പറഞ്ഞു മനസ്സിലായേ? നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഒരാൾ കൂടുതൽ കാശ് തന്നു, ഇവിടെ കുറച്ച് തന്നു, 2 പേർ പിന്നെ മീറ്റിങ്ങിന് ഒരുമിച്ച് വേണ്ടി എവിടോട്ടാ പോകാൻ സാധ്യതയുള്ളത്? സോ ഇഫ് യു ആർ ചൂസിങ് ദ ദൈവം എന്നിട്ട് പറയുന്നത് എനിക്കൊരു നിയോഗമുണ്ടായി. പണം വെച്ചുകൊണ്ട് നമ്മൾ ആൾക്കാരെ ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ, പണം വെച്ചുകൊണ്ട് മീറ്റിങ്ങിന് പോകാൻ തീരുമാനിക്കുവാണെങ്കിൽ പണം തലയ്ക്ക് കയറി പിടിച്ചു തുടങ്ങി. ബി വെരി കെയർഫുൾ. ദൈവത്തിന് അകന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഇവിടെ ഗൾഫിൽ വിസിറ്റ് ചെയ്യാൻ വന്ന വീട്ടിൽ എൻ്റെ അമ്മയോട് പറയാ, ആന്റി ഇപ്രാവശ്യം എൻ്റെ മോൻ പോയിരിക്കുന്നത് വീട് വെക്കാൻ വേണ്ടിയാണെന്ന്. പിരിക്കാനാണോ? ദൈവമേ, ഞാൻ ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ചപ്പോൾ ആർക്കും ചിലവർക്ക് തോന്നിക്കാണും ദൈവമെല്ലാം പിരിവെന്നല്ല കേട്ടോ. ഇവിടെ വരുവാണെങ്കിൽ ഇവിടുത്തെ ജനത്തിന് എന്തേലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ട് പോ.
ബാക്കി ദൈവമല്ലേ നമ്മളെ നോക്കുന്നത്. നമ്മൾ വീട് വെക്കാൻ വേണ്ടിയാണോ ഇന്ന സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്? നോ, അവിടെ ചിന്താഗതികൾ മാറണം. ഒരു മീറ്റിങ്ങിന് പോയിട്ട് നിങ്ങൾക്ക് ഒന്നും തന്നില്ലെങ്കിലും സ്തോത്രം പറഞ്ഞു എവിടെങ്ങാനും അവരോട് ഒരു വിരോധം ഇല്ലാതെ ഇറങ്ങാൻ തയ്യാറാവണം. ഞാൻ പറയുന്നത് മനസ്സിലായോ? ആ എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ പണം നമ്മുടെ തലയിൽ കയറി പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം ആരുടെയും കടക്കാനല്ല. നിനക്കൊരു വഴി കിട്ടിയില്ലെങ്കിൽ വേറെ വഴി ദൈവം നിനക്ക് തോന്നുന്നു. നിന്നെ വിളിച്ചവൻ ദൈവമാ. ഹലോ, നിങ്ങൾ പ്രതീക്ഷിച്ച് പല ആൾക്കാർ ഗൾഫിൽ വന്ന് നിങ്ങളുടെ ബന്ധുക്കാർ സഹായിക്കും എന്നൊക്കെ പറഞ്ഞു അവർ പോയി എവിടെയോ പോയി ഡംപ് ചെയ്തു. അവരോട് ദേഷ്യം വെക്കാൻ പാടില്ല. കാര്യം അവിടെ നിന്ന് പ്രതീക്ഷകൾ വെച്ചോണ്ടല്ലേ പ്രശ്നം വന്നോ. നമ്മൾ ഒരു കാര്യവും പ്രതീക്ഷിക്കില്ല. അവരെ സ്നേഹിക്കാൻ പഠിക്കണം. അതിൽ ദൈവമായിട്ട് സമയം ചെലവാക്കിയാൽ മാത്രമേ മനുഷ്യനോടുള്ള വിരോധം നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തുള്ളൂ. ഇതെന്തോ ചെയ്യണമെന്നറിയാം. ഈ ദൈവം പറയാ ഇത് ഡെയിലി മരിപ്പിക്കണമെന്ന്. ഈ ചിന്തകളും ഈ ലൈംഗികമായ വിഷയങ്ങൾ, തോട്ട്സ്, നമ്മൾ മറ്റുമായിട്ടുള്ള ദുഷ്ടത കാണിക്കാനുള്ള ആഗ്രഹം, പണത്തോടുള്ള ആർത്തി എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ഡെയിലി പറയണം, കർത്താവ് ഇത് ചെറുതായിട്ട് കയറി പിടിച്ചു വരുന്നുണ്ട്, ദൈവമേ എന്നെ ക്ഷമിക്കണമേ ലോർഡ്. സ്പെൻഡ് ടൈം വിത്ത് ദി ലോർഡ്. കർത്താവുമായിട്ട് സമയം ചെലവാക്കണം. ഹലോ, പല കീബോർഡിസ്റ്റൊക്കെ സെക്കുലർ ലോകത്തിലേക്ക് പോയി പണം അവിടെ കൂടെ കിട്ടില്ല എന്ന് പറഞ്ഞുണ്ട്, ഇവിടെ ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞുണ്ട്. മനസ്സ് മാറി. അവൻ ലോകത്തിന് വേണ്ടി വായിക്കാനായിട്ട് പോയി. നോ, സ്റ്റിക്ക് ഫോർ ദി ലോർഡ്. കർത്താവിന് വേണ്ടി നിൽക്കണം. എത്ര ആൾക്കാർ നമുക്ക് തന്നാലും തന്നെ അവനാ നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. പല ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ പോകുന്നുണ്ടായിരിക്കും, പല ഫേമസ് ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ അവരല്ല നമ്മുടെ മാതൃക. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ മാതൃക. ഹല്ലേലൂയ. തെണ്ടി കുത്തുവാളെടുത്ത് നീ നടക്കേണ്ടി വന്നാലും ഓൾവേസ് സ്റ്റിക്ക് ടു ദി ലോർഡ്. ഹല്ലേലൂയ. പണം ഒരിക്കലും നമ്മളെ ഭരിക്കാൻ പാടില്ല. ഇതെല്ലാം കയറി വരുന്ന ഈ ലോകത്തിൽ ചെന്ന് രണ്ടാമത് ഫ്രീ ആയിട്ട് കയറി വരുന്നത്. ഓക്കെ, വായിച്ചേ 8ാമത്തെ വാക്യം വായിച്ചേ, വേഴ്സ് 8. ആ സെയിം അധ്യായത്തിൽ തന്നെ വാക്യം 8 എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് വേഴ്സ് 8. ഓക്കെ, വായിച്ചു ബ്രദറെ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. ചെറുതായിട്ട് വെള്ളം വീണു, കുഴപ്പമുണ്ടോ? എന്തുവാ ദേഷ്യം? ദൈവമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാത്തപ്പോൾ കയറി വരുന്ന സംഭവങ്ങളാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പായിരുന്നോ അത് വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണോ ദേഷ്യം കൂടിയത്? ആരും ഒന്നും പറയുന്നില്ല. ഞാൻ പ്രയാസമുള്ള ചോദ്യമാണെന്ന് ചോദിച്ചു. എന്തെങ്കിലും പറ. ചിലർ പറയുന്നത് 50-50. ശരിക്കും ഒന്ന് നോക്കിയേ. പല ആൾക്കാർക്ക് ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ദേഷ്യം കൂടി. നേരത്തെ അത്രയും വാശിയില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ വാശി കൂടി, പിണങ്ങിയിരിക്കുക. എന്ത് പ്രശ്നമാണ്? ഈ രക്ഷിക്കപ്പെട്ട സമയത്ത് ഈ ദേശത്തിന്റെ ദുരാത്മാവിനെ നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ എന്തോ ഈ ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞപ്പോൾ ഈ പിശാച് ഇങ്ങനെ ബൈബിൾ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നടന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വചനമൊന്നും ഇല്ല, എല്ലാം എംപ്റ്റി ആയിട്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കറിയാം ഇനിയും പുള്ളി കയറി കഴിഞ്ഞാൽ പുള്ളിയെ പുറത്താക്കും. കാരണം നേരത്തെ പുറത്താക്കിയത് അവനറിയാം. അവനെന്ത് ചെയ്യുന്നറിയാം? അവൻ പോയി ദേശത്തിന്റെ ക്യാപ്റ്റനെ വിളിച്ചോണ്ട് വരും, മെയിൻ ആൾ. എന്നിട്ട് നമ്മുടെ അകത്ത് വന്നിട്ട് അടിച്ച് നശിപ്പിക്കും നമ്മളെ. ഹസ്ബൻഡ്സിന് വൈഫ്സിനെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഭാര്യമാർക്ക് ഹസ്ബൻഡിനെ ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു പണ്ടത്തെ സംഭവം ഉണ്ടായിട്ട് എപ്പോഴും പറയും, അന്ന് കെട്ടിക്കൊണ്ട് വന്ന 3ാമത്തെ ദിവസം എപ്പോഴും പറയും. 10-15 വർഷം കല്യാണം കഴിഞ്ഞിട്ടും അത് പറഞ്ഞോണ്ടിരിക്കുക, ക്ഷമിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? പല പിള്ളേർ അപ്പനോടും അമ്മയോട് ചോദിക്കോ, എന്തോ ഇത് അന്നും എന്നെ അപ്പനും അമ്മയും ക്ഷമിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നോട് ചോദിക്കുക, അച്ഛാ ഈ എക്സ്ചേഞ്ച് ഓഫർ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും ഒന്ന് മാറ്റി തരാമെന്ന്. കാരണം അവന് അയലോകത്തെ വീട്ടിലെ അപ്പൻ്റെ മോനെ കണ്ടോണ്ടിരിക്കും, പക്ഷെ അവിടെ പോയി താമസിക്കുന്ന അറിയത്തുള്ളൂ വിവരം ശരിക്കും. ആദ്യത്തെ ദിവസമൊക്കെ ജ്യൂസും പഞ്ചസാരയൊക്കെ, കുറച്ച് മുമ്പ് പഞ്ചസാര കുറയും. നമ്മുടെ വീട്ടിലുള്ള അല്പം വിലയുള്ള മക്കളെ, ഹലോ, ബാക്കി അവർത്തോട് ചോദിക്കും, മോൻ പോകുന്നില്ലയോ ചോദിക്കും. മറ്റാകുമ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് വഴക്ക് കേട്ടാൽ മതി, ആ സ്വന്തം ബെഡ് കിടന്ന് സ്വയം ഉറങ്ങാമല്ലോ. ഹലോ, ഞാൻ പറഞ്ഞ അപ്പനും അമ്മയും അല്ലാതെ പിന്നെ എന്താ നിങ്ങളോട് വഴക്ക് പറയണ്ടേ? അവരല്ലാതെ പിന്നെ ആരാ പറയണ്ടേ? പറഞ്ഞു മനസ്സിലായി? പേരൻസിനോട് അങ്ങനെ ദേഷ്യം വെച്ചോണ്ടിരിക്കില്ല മക്കളെ. ഡോണ്ട് ബി ആംഗ്രി. അത് നിങ്ങൾ സ്വന്തം അമ്മയാകുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതിന് വില എന്തുവാന്ന്. ഒരു 3-4 ഓടെ ഒന്ന് വളർത്തി നോക്ക്, തല പോകുകയും. ആങ്കർ
ദേഷ്യം ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ദേഷ്യം കൂടി, ആൾക്കാരുമായിട്ട് മിണ്ടുന്നില്ല. ഈ കർത്തൃമേശയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സ്നേഹചുമ്മനുണ്ടോ? പക്ഷെ സ്നേഹചുമ്മന് മാറിയപ്പോ സ്നേഹത്തൊടിയിലായി മാറിയപ്പോ. ഹോളി കിസ് എന്നായിരിക്കുന്നല്ലേ ബൈബിൾ, പക്ഷെ സ്നേഹ ഉമ്മയല്ല ഇപ്പൊ കൊടുക്കുന്നത്. കാര്യം എപ്പോ അത് ഔട്ട് ഓഫ് ഫാഷനായി മാറി. എന്തോ ഈ ഉമ്മ. പണ്ടൊക്കെ ഈ സ്നേഹചുമ്മനം കഴിയുമ്പോൾ എല്ലാരും ഇങ്ങനൊരു തുടപ്പുണ്ട്. കാരണം എന്തോ ഈ സൈഡ് വരെ ഇങ്ങനെ ഉമ്മ കൊടുക്കുമ്പോൾ ഈ ചെറുതായൊരു തുപ്പൽ. ഈ സൗദിയിലൊക്കെ പോയി കഴിഞ്ഞോണ്ടല്ലോ നമ്മൾ ഉമ്മ കൊടുത്ത് കുഴയും. അവിടെ ഈ 3 ഉമ്മയാ. അവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാ? ഞാൻ ജീവിതത്തിൽ ഉമ്മ കൊടുത്ത് കുഴഞ്ഞത് സൗദിയിലൊക്കെ പോകുമ്പോഴാണ്. അയ്യോ. പക്ഷെ എപ്പോ തൊടിയിൽ ഈ തുടക്കുന്നില്ല, കാര്യം തുപ്പ് ആവുന്നില്ല, ഉമ്മ കിട്ടുന്നില്ല. ആൾക്കാരിങ്ങനെ ചെറിയും കൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് അങ്ങ് പോവാ. ചിലവരാന്ന് നെഞ്ചും കൊണ്ടാ വരുന്നത്, കണ്ടോ ഇങ്ങനെ. അപ്പൊ നമ്മളവിടെ തല ഇങ്ങോട്ട് പിടിക്കണ്ട, പാടം ഇങ്ങോട്ട്. ഇവരെ കിട്ടത്തില്ല. കാരണം എന്താ പറ്റി? എന്തൊക്കെയോ അകത്ത് കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് ഫ്രീ ആയിട്ട് അവരോട് ഇടപെടാൻ പറ്റുന്നില്ല. ഹലോ, നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യ ഇങ്ങനെയാണോ ഉമ്മ കൊടുക്കുന്നത്? തലയെല്ലാം മാറ്റി വെച്ച് അങ്ങനെയാണോ? സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കുന്നത്. അതുപോലെ നിന്റെ സ്വന്തം സഹോദരനെ ഒരു വിശുദ്ധ ചുംബനം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എവിടെയോ അകത്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എവിടോ ഒരു വാശി, എവിടോ ഒരു ദേഷ്യം ഉള്ളിൽ കയറി വന്നു. ആങ്കർ, മാലിസ്, സ്ലാൻഡർ, ഇതെല്ലാം ജസ്റ്റ് ബൈബിളിലെ വാക്യം ജസ്റ്റ് ഞാൻ എടുത്ത് എഴുതിയേ ഉള്ളൂ. ചിലവർക്ക് ഈ ചെറിയ ഊടായ്പ ചിന്തകൾ വരും കേട്ടോ. ഇങ്ങനെ ബ്രദറിന്റെ പേരെന്ത്? എബ്രഹാമും റോണിയും ഞാനും ഭയങ്കര സുഹൃത്തുക്കളാന്ന് വിചാരിച്ചു. എബ്രഹാം, ജിഫി ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ്. ഇടയ്ക്ക് ഈ റോണി എന്നോട് എന്തോ ഒരു പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ദേഷ്യമായി. അപ്പൊ ഞാനെന്താ ചെയ്യുന്നത്? ഇത് എങ്ങനെയും എനിക്ക് എബ്രഹാം ബ്രദറിനോട് ഇന്ന് പറയണം. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ റോണി ബ്രദറിന്റെ വീട്ടിൽ എന്തോ അല്ലേ, റോണിയും എബ്രഹാമും നമ്മളെല്ലാം എന്തൊരു ക്ലോസ് ഫ്രണ്ട്. പക്ഷെ ചില സമയത്ത് ആ റോണി ബ്രദർ അല്ലേ 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 അല്ലേ, അപ്പൊ എബ്രഹാം മനസ്സിലായി ഞാൻ പറയുന്നത്? നമ്മളൊരു ഉടായ്പ രീതിയിൽ എൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിയോടുള്ള വിരോധം ഞാൻ മനഃപൂർവ്വം ഒന്നും അറിയാത്ത പോലെ ഒരാളിലേക്ക് ഞാൻ കൺവേ ചെയ്യുക. കേട്ടോ, ബൈബിൾ പറഞ്ഞിരിക്കുന്ന സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഉടക്കുണ്ടാക്കാനല്ല, വഴക്കുണ്ടാക്കാനല്ല. എവിടെയെങ്കിലും വഴക്കുണ്ടെങ്കിൽ നീ അവിടെ പോയി സമാധാനം സ്ഥാപിക്കണം. അതാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ പോയിട്ട് ഇത് പറഞ്ഞിട്ട് ഈ സഹോദരിമാർ ഈ കാര്യത്തിൽ ഭയങ്കര മിടുക്കരാ കേട്ടോ. ഷോൾ ഇട്ടുകൊണ്ട് പറയൂ. എന്നാലും മിക്ക ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് ഈ സഹോദരിമാർ അച്ഛന്മാരോട് ഇത് പറയുന്നത്. അച്ഛൻ കേട്ടായിരുന്നു, അനീഷ് മാസ്റ്റർ പറഞ്ഞത് കുത്തായിരുന്നു. അച്ഛന് വേണ്ടി തന്നെ അച്ഛൻ അവിടെ അവസാനം അച്ഛൻ എന്താ, ആഹാ ഒറ്റ ചവിട്ട് ആക്സിഡന്റ്, സൺഡേ അപകടം ഉണ്ടാക്കാൻ സ്കൂളിൽ സാധ്യത. അതിന് കഴിഞ്ഞ ദിവസം എന്തോ ഞാനൊരു പിക്ചർ കണ്ടു. ഈ ഇങ്ങനത്തെ സീറ്റ് ബെൽറ്റിന് പകരം ഇങ്ങനെ ഒരു സീറ്റ് ബെൽറ്റ് ഇന്ന് കൂടെ. കാര്യം ആ അടുത്തിരിക്കുന്ന ആൾ ഡ്രൈവറിന് ടെൻഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇപ്പൊ പല സ്ഥലത്ത് നാട്ടിലൊക്കെ ഈ സ്കൂട്ടറിലൊക്കെ പല സ്ഥലത്ത് അവിടെ പറഞ്ഞ് ബാക്കി ഇരിക്കുന്ന ആൾക്കാർ സംസാരിക്കാൻ പാടില്ല, അത് റൂൾ വന്നപ്പോൾ. ബാക്കി ഇരിക്കുന്ന ആൾ ഡ്രൈവറിനോട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അവർക്ക് മനസ്സിലായി പല അപകടം നടക്കുന്നത് ഒരിക്കലും ചെയ്യില്ല. ദൈവമായിട്ട് നമ്മൾ ബന്ധം കുറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ചില ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻസ് മറ്റേ ആൾക്കാരോട് പറഞ്ഞ് ആൾക്കാരെ അകറ്റുക, ദൈവത്തിൽ നിന്ന് അകറ്റുക. ഫിൽത്തി ചില ആൾക്കാർ തെറി പറയാൻ തുടങ്ങി. എന്താണ് ഈ അതായത് ആത്മീയ തെറി. സപ്പോസ് നമ്മളോട് ഇഷ്ടമല്ലാത്ത ഒരാളിനോട്, മറ്റേ ആൾക്കറിയത്തില്ല, ഇഷ്ടമുള്ള ആളിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റും. ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? ആൾക്കാരുടനെ സൗണ്ട് വേണം, കർത്താവേ അവരെ സന്ദർശിക്കണമേ. എന്തോ കുറഞ്ഞ ഒരു കാർ അവനെ ഇടിച്ച് കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കണം. കാര്യം എന്നോട് അപ്പൊ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കണമല്ലോ. ഒന്നെങ്കിലും അവനെ അല്ല നമ്മൾ കർത്താവേ അവനെ തുടരണമേ. എന്നിട്ട് അവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ പോയി ആക്സിഡന്റ് പറ്റില്ലേ, മനസ്സിൽ പറയും വേണമായിരുന്നു, നീ എന്നോട് കാണിച്ചത് എന്റെ കൂടെ ആരാന്നറിയോ? സർവശക്തനായ ദൈവം എന്നോട് കളിക്കില്ല. അപ്പൊ അന്ത്യ ജഡ്ജ്മെന്റ് നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്.
കർത്താവാ പറഞ്ഞിരിക്കുന്നത് ന്യായം വിധിക്കാൻ പോകുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ പല ആൾക്കാരെ ന്യായം വിധിക്കുക, നിനക്കിത് വേണമായിരുന്നു കണ്ടോ. നമ്മൾ അയൽവക്കാർക്ക് കൊണ്ട് 3-4 പ്രാവശ്യം പ്രാർത്ഥിച്ചു, അവർ വന്നില്ല. ഉടനെ ഒരു അപകടത്തിൽ അവർ പെട്ടു. ഉടനെ നമ്മൾ പറയുന്നത് കണ്ട നമ്മൾ എത്രയോ പ്രാവശ്യം സുവിശേഷം പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റാറില്ലയോ? വിശ്വാസികൾക്ക് പറ്റാറില്ല. അത് ആരുടെ ന്യായവിധിയാ? അവൻ നോർമൽ ആക്സിഡന്റ് പറ്റി, അവൻ ചർച്ച വരാത്തതിനല്ല, അവന്റെ ഒരു ആക്സിഡന്റ് പറ്റി. നമ്മൾ പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു പറഞ്ഞിട്ട് വന്നില്ല, അതുകൊണ്ട് വണ്ടി അവൻ ഇടിച്ചു. നോ 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 അവർക്കൊരു അപകടം പറ്റുമ്പോൾ നമുക്ക് മനസ്സലവും വർദ്ധിക്കണം അവനോട്. യോ ഒരു അവിടെ പോയി ദൈവം തൊട്ടല്ലോ എന്ന് പറഞ്ഞ് കാണിക്കാനല്ല. നോ, യു ഷുഡ് ഷോ ലവ് ടു ദം. അവനെ കരുതണം. അവനെ ഹോസ്പിറ്റലിൽ നീയാ പൊക്കിക്കൊണ്ട് പോകേണ്ടത്, വിത്തൗട്ട് എനി വേറെ ഒരു ഉദ്ദേശവും ഇല്ലാതെ. ഇതെല്ലാം എന്തെന്നറിയാം? വിട്ടുകാണാം. ഗെറ്റ് റിഡ് ഓഫ്. ഓരോന്ന് പ്രാർത്ഥിച്ച് സ്റ്റുഡൻസ് എല്ലാം ടീച്ചേഴ്സിന് ഇരട്ട പേരിട്ടേക്കുക, പെറ്റ് നെയിംസ്. നിങ്ങൾ ആരെങ്കിലും സ്നേഹത്തോടെയാന്ന്, ആ ടീച്ചറിനോട് എനിക്ക് ഭയങ്കര സ്നേഹം, അതുകൊണ്ട് ഓന്ത് ഞാൻ വിളിച്ചു. That anger is shown in your words. കഴിഞ്ഞ ദിവസം ഇതൊരു പയ്യൻ പറയും, ടീച്ചറിനിട്ടേക്ക് പേര് ആംഗ്രി ബേർഡ്. എന്തു ആംഗ്രി ബേർഡ് എന്റെ പേര് വെച്ച് എവിടെയോ ഒരു സംഭവം ഉണ്ടായി. ആ ടീച്ചർ എന്തോ നിങ്ങൾ വഴക്ക് പറഞ്ഞു. അതിന്റെ പേരിൽ നമ്മൾ ആ ദേഷ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഇരട്ട പേര് വിളിക്കുക. പല ആൾക്കാർക്ക് ഒഫീഷ്യൽ നെയിം പോലും അറിയത്തില്ല. പല സാറന്മാരെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ആളുകളൊക്കെ ഇഷ്ടം പോലെ വിളിച്ചാൽ ഒഫീഷ്യൽ നെയിം അറിയത്തില്ല. ദേഷ്യം ഉള്ളതുകൊണ്ട് നമ്മൾ പല ആൾക്കാരെ, എക്സാമ്പിൾ ഇപ്പൊ അനീഷ് പാസ്റ്റർ ഭയങ്കര സ്നേഹമുള്ള സമയത്ത് അനീഷ് പാസ്റ്ററേ ബ്രദറേ എന്തേലും ഒരു സംഭവം ഉണ്ടോ, അയാൾക്ക് എന്തുവാ കണ്ടോ, അത്രയും നാൾ ബ്രദറേ എന്ന് വിളിച്ചത് പാസ്റ്ററേ എന്ന് പറഞ്ഞ് കെട്ടിപിടിച്ച് എപ്പോ പറയാം അയാൾക്ക് എന്തുവാ ഇത്രയും. സി, നമ്മുടെ ദേഷ്യം പല വാക്കുകൾ കൂടെ വരുക. ഹലോ, അണ്ടർസ്റ്റാൻഡിങ്? മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. പണ്ട് കല്യാണം കഴിഞ്ഞപ്പോ ഹണി, ഓറഞ്ച്, ഭാര്യ വിളിച്ചോണ്ട് വന്നു. എപ്പോ ഡി പേര് പോലും വിളിക്കാൻ ഭാര്യ വിളിക്കുക. ഞാൻ നേരിട്ട് പല ആൾക്കാർ കേൾക്കുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. ഷെന്ന് ദൈവത്തിൽ നമ്മൾ മാറുമ്പോൾ വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് വിട്ടുകളയണം, ഇത് മാറി കളയണം. മൂന്നാമത് നമുക്ക് നോക്കാം. മൂന്നാമത് ഫ്രീ ആയിട്ട് കയറി വരുന്ന സംഭവം നമുക്ക് നോക്കാം. റീഡ് വേഴ്സ് 9. 9ാമത്തെ വാക്യം വായിച്ചു. സെയിം ചാപ്റ്റർ, വേഴ്സ് 9. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ്. അതിന് മുമ്പ് പറഞ്ഞുണ്ട്, അന്യോന്യം ഫോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ്. ബോഷ്ക്ക് പറയില്ല. ഇംഗ്ലീഷ് ബൈബിളില് ഒന്ന് വായിച്ചേ. വാട്ട്സ് റിട്ടൻ ഓവർ ദേർ? ഡു നോട്ട് ലൈ. സി, അത്രേ ഉള്ളൂ. ഈ ബോഷ്ക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും വേറെ എന്തോ വലിയ സാധനം. എന്തോ കള്ളം പറയില്ല, അത്രേ ഉള്ളൂ. കള്ളം പറയില്ല. ഈ കള്ളം പറച്ചിലാണ് ഈ ബാക്കിയിലേക്ക് എല്ലാം കയറാനുള്ള വഴി. ഈ കള്ളമാണ്. വെൻ യു സ്റ്റാർട്ട് ലൈങ്, യുവർ ക്യാരക്ടർ വിൽ ചേഞ്ച് ആൻഡ് ദെൻ ദ ഡെവിൾ വിൽ ബ്രിങ് ഓൾ ദീസ് ക്യാരക്ടേഴ്സ് വൺ ബൈ വൺ. അപ്പൊ നമ്മൾ ഈ വിശ്വാസികൾ എന്താ ചെയ്യുന്നറിയോ? ഈ കള്ളം ഒന്ന് ആത്മീയവൽക്കരണം ചെയ്തിട്ട് നമ്മൾ 2 കാറ്റഗറി ആക്കി. ചെറിയ കള്ളം, വലിയ കള്ളം. കേട്ടോ? അപ്പൊ വീട്ടിലും ചർച്ചിൽ പറയുന്ന എല്ലാം ചെറിയ കള്ളം, മന്ത്രിയോട് പറയുന്നത് വലിയ കള്ളം, മിനിസ്റ്ററിനോടും പ്രിൻസിപ്പളിനോടും വലിയ കള്ളം, വീട്ടിലൊക്കെ പറയുന്ന എല്ലാം ഈ സ്മോൾ ലൈസ് എന്ന കാറ്റഗറിയിൽ നമ്മളാക്കി. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ദൈവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതങ്ങ് ഡിലീറ്റ് ചെയ്തങ്ങ് കളയും. ഈ അച്ഛന്മാർക്ക് വരുന്നൊരു പ്രശ്നമാണ്. ഇവർ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ കൂട്ടുകാർ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പൊ ഇവർ സംസാരിച്ച് ഇങ്ങനെ കുറെ സമയം അങ്ങ് പോകും. ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഭാര്യ എന്ന് പ്രത്യേകം പറഞ്ഞ നേരത്തെ വരണേ കടയിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം മറന്നുപോയി. ഈ സംസാരിച്ച് സമയം പോയി. അപ്പൊ ഉടനെ വൈഫിന്റെ കോൾ വരും. ഓക്കെ, സോ ചിലവർ ഒന്ന് പേര് പോലും ഫീഡ് ചെയ്തില്ല. വൈഫ് നേട്ടിക്കുന്നത് വൈഫ്. കാര്യം ഒരു കാരണവശാലും അവത്തം പറ്റാൻ പാടില്ല. ഇത് എടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഈ പേര് വെച്ചാണ്ട് പല ഭാര്യമാരെ കോൾ ഇവർ കട്ട് ചെയ്യും. സപ്പോസ് എടുത്തു, ഉടനെ ഭാര്യ ചോദിക്കും എവിടെ അയച്ചാ? നമ്മൾ പറയും എത്താറായി. ഏതാ നമ്മൾ തുടങ്ങിയിട്ട് പോലും ഇല്ല. ഇവിടൊക്കെയോ ആൾക്കാരൊക്കെ ഇവിടൊക്കെയോ കയറി ഇത് വീഴുന്നുണ്ട്. എന്നിട്ട് സ്വാഭാവികമായിട്ട്
ലേറ്റ് ആവുമല്ലോ. കാര്യം എത്താറായെന്ന് പറയുമ്പോൾ ആള് കുറച്ച് ഉണ്ട്. എന്താ എത്താറായെന്ന് പറഞ്ഞിട്ട് എന്താ ലേറ്റ്? ട്രാഫിക് ബ്ലോക്ക്. ദുബായിൽ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടല്ലേ എത്രയോ പേര് കുടുംബജീവിതം പ്രശ്നമില്ലാതെ രക്ഷപ്പെട്ടു പോവാ. കള്ളം ആഫ്റ്റർ കള്ളം. ഞങ്ങളുടെ സെമിനാറിൽ ഒരു പയ്യൻ ഇതുപോലെ എന്തോ കള്ളം പറഞ്ഞ് വീട്ടിൽ പോയി. അപ്പൊ തിരിച്ചു വന്നു നേരെ ഈ ഡീൻ ഓഫ് സ്റ്റുഡൻസിന് മുന്നിൽ തന്നെ ചാടി. ഇവന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. നീ എവിടെ പോയിക്കണം? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പച്ചന്റെ യൂട്രസ് ഓപ്പറേഷന് വേണ്ടി പോയായിരുന്നു. ഉണ്ട് ഈ സാറ് ദേഷ്യപ്പെട്ടാ വന്നത്. ഇത് കേട്ടപ്പോ പറഞ്ഞോ കേറിപ്പോടാ യൂട്രസ്. എന്റെ ചേട്ടൻ നേരത്തെ മംഗലാപുരത്ത് പഠിക്കുന്ന സമയത്ത് ഈ ലീവ് എടുക്കാൻ വേണ്ടി സ്ഥിരം പറഞ്ഞ അപ്പച്ചൻ വയ്യ കിടക്കുവാന്ന്. അവൻ ജനിക്കുന്നതിന് മുമ്പ് അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞു ഓൾറെഡി. നമ്മൾ ലീവ് എടുക്കാൻ വേണ്ടി ദൈവമക്കളെ കള്ളം എഴുതി വിടല്ല. മേ ബി അത്യാവശ്യമായിരിക്കും, പക്ഷെ നമ്മുടെ ഓഫീസിൽ ചുമ്മാ എഴുതി വിടല്ല. അതാ ഇതാന്നൊക്കെ പറഞ്ഞ് എഴുതി വിടല്ല. നിനക്ക് ലീവ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ പ്രാർത്ഥിച്ചാൽ മതി. ദാറ്റ്സ് എനഫ്. ലീവ് ചിലപ്പോൾ കള്ളം പറഞ്ഞ് കിട്ടുമായിരിക്കും, വലിയ മിടുക്കരാന്ന് തോന്നുന്നു, പക്ഷെ നമ്മൾ കള്ളമാ പറഞ്ഞേ. ചില ആൾക്കാർ ആരാധനയ്ക്ക് വരത്തില്ല, പാസ്റ്റർ കാണാതെ വരുമ്പോൾ അവരെ വിളിക്കും, ബ്രദർ എവിടെയായിരുന്നു? ഉടനെ ഇവർ ഈ സൗണ്ട് മാറ്റും. അവസാനം എന്താണെന്ന് ആ ആഴ്ച ശരിക്കും ചുമ പിടിക്കുകയും ചെയ്യും. പാസ്റ്റർ വന്നിട്ട് ഊണ് കൊടുക്കുകയും ചെയ്യണം. ചെലവ് ചുരുക്കണോ? സ്കൂളിൽ പോയില്ലെങ്കിൽ ഉഴപ്പി പോയില്ല. നമ്മൾ എഴുതുമോ മൈ സൺ വാസ് സിക്കെന്ന്? ആരുടെ മുന്നില? ഈ പിള്ളേരുടെ മുന്നിൽ തന്നെ എഴുതി വിടുക. അടുത്ത പ്രാവശ്യം അവരെന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് കാർഡിൽ നമ്മളെ ഒപ്പിട്ട് അവർ കൊടുക്കും. കാരണം കള്ളം പഠിച്ച എവിടുന്നാ? നമ്മുടെ വീട്ടിൽ നിന്നാ. പറയല്ലേ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ഒരു അമ്മ മോളെ കഴിപ്പിക്കാൻ വേണ്ടി പറയാം, മോളെ ഇന്ന് ലൂലു കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞു, ആന്റി കൊണ്ടുപോകണം ലൂലു. അപ്പൊ എന്നോട് പറയാം, ബ്രദറെ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ലൂലു പോയി താമസിക്കേണ്ടി വരുമെന്ന്. ഈ പേരിൽ പറഞ്ഞോണ്ട് കഴിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചെയ്യില്ല അങ്ങനെ. നോ. എനിക്കറിയാം മക്കളെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലായനോ. പക്ഷെ കള്ളം പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല കാര്യങ്ങൾ. ഈ പിള്ളേർ നാളെ നിങ്ങളോട് ചോദിക്കും, അത് മേടിച്ചാലോ ഇത് മേടിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ കുറെ ആളായി. അപ്പൊ അവരും എന്താ ചെയ്യും? അപ്പനോട് അമ്മയോട് കള്ളം പറയാൻ തുടങ്ങും. അവർ കളിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയും, കമ്പൈൻ സ്റ്റഡി. ഇതെവിടുന്ന പഠിച്ച? വീട്ടിൽ നിന്ന്. ടെൽ ദ ട്രൂത്ത്. അവർക്കത് പിണങ്ങിയാലും കുഴപ്പമില്ല. കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചാൽ ഞെക്കി പിടിച്ച് വായതൊന്ന് കുത്തി കയറ്റിക്കോണം, അല്ല വേറെ വഴിയില്ല. ഞാൻ പറയാൻ മനസ്സിലായോ? ഡോണ്ട് സേ ലൈസ്. നമ്മൾ അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ ബൈബിൾ പറയാ അത് ഉരിഞ്ഞു കളയണമെന്ന്. ദാറ്റ് മീൻസ് ഈ കള്ളം പറച്ചിൽ ഈ തൊലി ഒട്ടി ഇരിക്കുന്ന പോലെയാ ഇത് ഒട്ടുന്നത്. ഇറ്റ്സ് വെരി ഹാർഡ്. നിങ്ങൾ കണ്ടില്ലേ ചില സമയത്ത് ഈ നഖത്തിന്റെ മുകളിൽ ഈ ചെറുതായിട്ട് തൊലി ഇങ്ങനെ പൊങ്ങി വരും, ഈ ചൂട് ഇല്ലേ, ചെറുതായിട്ട്. അപ്പൊ നമ്മൾ അവർക്ക് ചെറുതാന്ന് പറഞ്ഞാൽ ഒറ്റ പിടി പിടിക്കും, ഇതൊന്നും ഒരു ഏരിയ അങ്ങ് പോവും. പിന്നെ നമ്മൾ തൊടുന്ന മസാല മൊത്തം അവിടെ തൊടത്തുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇത്രയും ചെറിയൊരു ഭാഗം തൊലി പോയപ്പോഴത്തേക്ക് ഇത്രയും വേദനയായിരുന്നു. ടേക്കിംഗ് ഔട്ട് ദാറ്റ് ക്യാരക്ടർ ഓഫ് ലൈസ് ഇസ് നോട്ട് ഈസി. അങ്ങനത്തെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചില വേദന അനുഭവിക്കേണ്ടവർ. അത് മാറ്റണമെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് മോർ ടൈം. അത് മാറ്റിയെടുക്കാൻ ഇച്ചിരി സമയം എടുത്തേ പറ്റും. ഇത് മൂന്നും ഫ്രീ ആയിട്ട് കയറി വരുന്ന കേട്ടോ. ആരും ക്ഷണിക്കണ്ട, കയറി വരും. പക്ഷെ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി അതർ സൈഡ്. ഉയരത്തിലെ കാര്യം, ദാറ്റ് മീൻസ് ഇഫ് യു ആർ ടേക്കിംഗ് എ ഡിസിഷൻ ഫ്രം ടുഡേ to spend more time before the Lord, not because of compulsion but because you love the Lord. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് നീ ദൈവത്തിന് സമയം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ചെലവാക്കുന്ന ആൾക്കാർക്ക് ദൈവം തരാൻ പോകുന്ന 3 കാര്യങ്ങൾ. ഇത് ഫ്രീ അല്ല കേട്ടോ, ഇച്ചിരി മെനക്കെട്ടേ പറ്റൂ. നമുക്ക് നോക്കാം. വേഴ്സ് 12, 12ാമത്തെ വാക്യം, സെയിം അധ്യായത്തിൽ തന്നെ വാക്യം 12ലേക്ക് നമുക്ക് നോക്കാം. വേഴ്സ് 12. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് എന്തോ ദൈവം തരാൻ പോന്നെ? മനസ്സലിവ്, ദയ. ഹലോ, നമ്മുടെ ചർച്ചസിലൊക്കെ ചില സമയത്ത് എനിക്ക് പേടി വരും, ഈ AK-47 കൊണ്ടാണ് ആൾക്കാർ നിൽക്കുന്നതെന്ന്. കാരണം നമ്മൾ എന്തെങ്കിലും ചിരിച്ച ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു ചർച്ചിൽ നിന്ന് ഒരാൾ ഓടുക. ഏത് ഇവിടുത്തെ സമയത്തിന്റെ കുഴപ്പമുണ്ടല്ലോ ആൾക്ക്. ഞാൻ എന്ത് നിന്നാ പ്രശ്നമാണ്.
ഇവിടെ ആശ്വാസം കണ്ടെത്തുന്ന സ്ഥലമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരുമാതിരി യുദ്ധഭൂമിയാക്കി മാറ്റല്ലേ വീട്ടിൽ കിടത്തു. പപ്പ വരുമ്പോൾ തന്നെ ഓടി, പിള്ളേർ ഓടുവോ ബാത്റൂമിലേക്ക്. അപ്പം വന്നു. അപ്പം നമ്മളൊരു ക്രിയേറ്റ് ചെയ്യണം, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. നമ്മളങ്ങോട്ട് കയറുമ്പോൾ എല്ലാവരും കൂടെ നിന്റെ മണ്ടയ്ക്ക് ചാടി വീഴണം. ആ ലെവലിലേക്ക് ആവണം. നമ്മുടെ മനസ്സലിവ് വർദ്ധിച്ച് നമ്മൾ എല്ലാവരോടും മനസ്സലിവ് കാണിക്കുക. അവരെന്തേലും ഒരു തെറ്റ് ചെയ്താൽ പോലും ഇറ്റ്സ് ഓക്കെ. ഇത് ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് പിണങ്ങുക. തോമാച്ചാൻ എന്നെ പിച്ചി, പാപ്പച്ചാൻ എന്നെ ഞുള്ളി, പൊന്നമാമ മോഹൻ തന്നില്ല, സാറാമ്മ കൈ തന്നില്ല. പിന്നെ ഇങ്ങനെ ആ ഒരാഴ്ച ഫുൾ സാറാമ്മ കൈ തന്നില്ല. സാറാമ്മ തൈതില്ലെങ്കിൽ നേരെ പോയി പിടിച്ചിട്ട്, ഹലോ ഞാനിവിടെ ഉണ്ടായിരുന്നു കേട്ടോ, കണ്ടായിരുന്നു. സോൾവ് ചെയ്യാൻ പഠിക്കണം, മനസ്സലിവ് കാണിക്കണം ആൾക്കാർ. ഡോണ്ട് എക്സ്പെക്ട് ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ മാത്രം അങ്ങോട്ട് സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ബട്ട് ടു ലവ് എ പേഴ്സൺ ദാറ്റ് ഇസ് നോട്ട് ലവിങ് യു ഇസ് ഷോയിങ് കമ്പാഷൻ. ഹലോ, ആർ യു വിത്ത് മീ? നമ്മുടെ വീട്ടില് കല്യാണത്തിന്, എൻ്റെ മോടെ കല്യാണത്തിന് വിളിച്ചപ്പോ ഇവറ്റകൾ വന്നില്ല. എന്തോ ഇവറ്റകൾ അങ്ങനെ ആണെങ്കിൽ അവരുടെ വീട്ടിൽ മോളുടെ കല്യാണം വിളിക്കുമ്പോ ഞങ്ങളും എന്തോ ഒരു കാര്യമല്ലേ. ഇങ്ങോട്ടുള്ള കോട്ടേജ് മീറ്റിങ്ങിന് വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ സാധാരണ ഉഴപ്പി വരാത്തവരെ കൂടെ ഫോൺ ചെയ്ത് അവരുടെ ഫുഡ് തികയാത്ത രീതിയിൽ എല്ലാത്തിനും വിളിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. ഹലോ, ഉള്ള അവിശ്വാസികളെ എല്ലാം വിളിച്ചോണ്ട് അങ്ങ് പോകണം. അവർ നോക്കും ദൈവം ഫുഡില്ല, അവർ പിന്നെ ഓടുന്നു, എന്നെ കടയിൽ പോകുന്നു, ടെൻഷൻ. ഹലോ, ദൈവം അതല്ലേ നമ്മളോട് കാണിച്ചത്? while we were yet sinners Christ died for us. പാപികളായിരുന്നപ്പോഴാ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. That's compassion. Doing unto others what you would like them to do unto you. മലയാളത്തിൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് ചെയ്യാൻ. That's the gospel. That's compassion. ഈ വചനവുമായിട്ട് ബന്ധമില്ലാതെ വരുമ്പോഴുണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. You have to spend time before the Lord alone. ഒറ്റയ്ക്ക് ചെലവാക്കണം. ഇതൊന്നും ചെലവാക്കാതെ ഞായറാഴ്ച വന്നൊരു പറച്ചിലുണ്ട്, ഒഴിഞ്ഞ പാത്രമായി ഞാൻ വന്നിരിക്കുന്നു, നിറഞ്ഞ പാത്രമായി എന്റെ വിടണമേ. ആരെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞ പാത്രമായിട്ട് വരാൻ? ഒരു തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എന്തോ ചെയ്തായിരുന്നു? ഇവിടെ സൺഡേ വന്നത് പ്രാപിക്കാനല്ല, കൊടുക്കാനാ. ഹലോ, ഈ പ്രാപിക്കാൻ വരുന്നവരാ. ഇന്ന് അനീഷ് ഫാസ്റ്റിന്റെ പ്രസംഗം ഒരു സുമാറില്ലായിരുന്നു, ഇന്ന് വൈശാഖ് ലീഡ് ചെയ്തപ്പോ ഒരു ഒഴുക്കില്ലായിരുന്നു. ഹലോ, ഈ പ്രാപിച്ച് നിറഞ്ഞു വരുന്നവർക്ക് അവർക്ക് ഈ താളം പോയെന്നോ പാട്ട് തെറ്റിയെന്നോ പാസ്റ്റർ പറയുന്ന എന്തേലും ഒരു സാധനം പിടിച്ചിരിക്കും, അത് പിടിച്ചെടുക്കും. ഹലോ, നിറഞ്ഞു വരണം. യു ഹാവ് ടു സ്പെൻഡ് ഡെയിലി ടൈം ബിഫോർ ദ ലോർഡ്. ഒറ്റയ്ക്കുള്ള ആരാധന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ ദൈവമക്കളെ? പറ. ഒറ്റയ്ക്ക് ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ ധ്യാനിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ആരാധിക്കുന്നവർ എത്രയുണ്ട്? പറ. ഇവിടെ എല്ലാവരും സൺഡേ മാത്രം. അതുകൊണ്ട് പല ആൾക്കാർക്ക് കയ്യടി ഇല്ലാതെ അന്യഭാഷ വരത്തില്ല. ഇവർക്ക് അത് അങ്ങനെ ഒരു അഡിക്ഷനായി. കയ്യടി വന്നാലേ അന്യഭാഷ വരത്തുള്ളൂ, അല്ലാതെ ഇവർക്ക് അന്യഭാഷ പറയാൻ പറ്റത്തില്ല. കാര്യം തന്നെ ഇരുന്ന് ആരാധിച്ചാലേ ഇത് ദൈവം നിങ്ങളെ തരത്തുള്ളൂ. ആരാധിക്കണം. റൂം അടച്ചിട്ട് അകത്തിരുന്ന് ആരാധിക്കുക, നിലവിളിക്ക്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും പണ്ട് ചെയ്തവരാ. ബട്ട് കം ബാക്ക് ടു ദോസ് ഡേയ്സ് അഗൈൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സമയത്ത് ഗോ സ്റ്റിക്ക് ഓൺ ടു ദി ലോർഡ് ജീസസ്. അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോവും, നമ്മുടെ പേര് ചീത്തയായി മാറും. സിനിമക്കാരെക്കാൾ അഭിനയിക്കുന്ന ആൾക്കാരായി നമ്മൾ മാറും, ആരും അറിയത്തില്ല. ഞങ്ങളുടെ ചർച്ചയിൽ ഒരു അച്ഛൻ ഇങ്ങനെ വെടി പൊട്ടിക്കുന്ന സ്തോത്രം ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഞാൻ ഓർത്തത് ഇത്രയും ആത്മീയമായ ഒരു മനുഷ്യൻ പോയിങ്ങനെ വെടി പൊട്ടിക്കും. ഞാൻ പിന്നെ ശ്രദ്ധിച്ച് പുള്ളി ഉറങ്ങുക. ഇതിനിടയ്ക്ക് എവിടെയൊക്കെ ഏത് പാസ്റ്ററിന് അറ്റൻഡൻസ് കൊടുക്കുന്നു, ഞാനുണ്ട്. ബ്രദർ ഉറങ്ങുമായിരുന്നു. ഇത് എസും നോവും കൂടെ ചേർന്ന് സ്നോ.
യുവർ ലൈഫ് വിൽ ചേഞ്ച്. താഴ്മ. ആർക്കാ താഴ്മ കൂടുതലുണ്ടാവേണ്ടത്? 10 വർഷം മുമ്പ് വിശ്വാസത്തിൽ വന്ന ആൾക്കാണോ അതോ 1 വർഷം മുമ്പ് വിശ്വാസത്തിൽ വന്ന ആൾക്കാണോ? മോനെ മോനെ മോനെ, ഹലോ സൺ, എവിടെ പോന്നേ കുട്ടാ? ഹലോ, എവിടെ പോവാ മോനെ? ഞാനിപ്പോ നിർത്താൻ പോവാ. ജസ്റ്റ് 5 minutes. കളിയാക്കില്ല പ്ലീസ് മോനെ. ഇസ് ഇറ്റ് ഓക്കെ? ഒത്തിരി ഇതാണോ? ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുവാണ്. ഇറ്റ്സ് ഫൈൻ, ഓക്കെ. കളിയാക്കില്ല പ്ലീസ്. If it is okay, just say. അല്ലെങ്കിൽ you can go. Okay, just can you 5 minutes? I'll stop now. Okay. വേറെ എന്തെങ്കിലും അത്യാവശ്യമാണ് മോനെ? പല്ല് കേൾക്കാനോ? ടിഷ്യൂ എടുക്കാനോ? ടിഷ്യൂ എവിടെയെങ്കിലും കൊടുത്ത് ആരെങ്കിലും ടിഷ്യൂ കൊടുക്കുക. ഒരു ടിഷ്യൂ കൊടുക്കും. അത്രയും മെസ്സേജ് മിസ്സാകാതിരിക്കാൻ വേണ്ടി. ആർക്കില്ല ടിഷ്യൂ? എൻ്റെ ടവൽ മതിയോ? പക്ഷെ ഞാൻ തോർത്ത് ചെയ്താ മോഹം. ആർക്കില്ലുണ്ടോ ടിഷ്യൂ? ഉണ്ടോ എല്ലാവർക്കില്ല? അപ്പോൾ സമയം പോട്ടെ. അതാണ് സിസ്റ്റർ. മോനെ ബാക്കി തിരിച്ചു കൊടുക്കണേ. ഓക്കെ, ശ്രദ്ധിച്ചേ. ഞാൻ എന്ത് പറഞ്ഞ? ഫ്ലോ പോയല്ലോ. ഇത് 10 വർഷം മുമ്പ് ഉള്ള ആൾക്കാണോ താഴ്മ ഉണ്ടാവേണ്ടത് അത് 1 വർഷം മുമ്പ് വിശ്വാസത്തിൽ വന്ന ആൾക്കാണോ? പറ. 10 വർഷം. എന്താ കാര്യം? 10 വർഷം മുമ്പ് വന്ന ആൾക്കാർ കൂടുതൽ താഴ്മ ഉണ്ടാവുന്ന എന്താ കാര്യം? For the last 10 years he's been studying the word of God. He's meditating. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവൻ ഇല്ലാതെയായി തീരുക. പക്ഷെ നമ്മൾ കാണുന്ന നേരെ തിരിച്ചാ. വർഷങ്ങൾ നീങ്ങുന്നവർ നമ്മൾ കാലൊക്കെ പൊക്കി വെച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് ആരെങ്കിലും വന്നാൽ നമ്മൾ എഴുന്നേറ്റ് പോലും പോകത്തില്ല. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി വീഴണം. ആരെങ്കിലും പുതിയതായിട്ട് വന്നോ ഈ പഴയ ആൾക്കാരിലോട് കമന്ന് വീണം അവൻ്റെ മണ്ടയ്ക്കോട്ട്. അവന് വീട്ടിൽ എന്തുകൊണ്ട് പറയും ബ്രദർ ഇവിടെ വന്ന് പിടിച്ച് അവൻ വീട്ടിൽ കയറി വന്നൊരു ഫീലിംഗ് കൊടുക്കേണ്ട ആരാ? ഈ വർഷങ്ങൾ ദൈവത്തെ സേവിക്കാൻ തുടങ്ങി നിങ്ങളുടെ താഴ്മ വർദ്ധിക്കണം. നേരെ തിരിച്ചാണെങ്കിൽ യു ഷുഡ് സെർവ് ദീസ് ചിൽഡ്രൻ. മനസ്സിലായോ? ഞാൻ കുറെ വർഷം മുമ്പ് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, ഞങ്ങളുടെ വീട്ടിൽ ഈ സെക്കൻഡ് സാറ്റർഡേയിൽ ഒരു 10-35 പിള്ളേർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരു 9th 10th 11th 12th പഠിക്കുന്ന ഡിഗ്രി ഒക്കെ പഠിക്കുന്ന പിള്ളേർ എല്ലാം മന്ത്ലി മീറ്റിംഗാണ്. അപ്പം ഞാൻ ഈ തലേദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവം എന്തുവാ ഞാൻ ഇന്ന് അവരോട് വചനത്തിൽ നിന്ന് പങ്കുവെക്കണ്ടേ? അപ്പോൾ എന്നോട് കർത്താവ് പറയാ, ഞാൻ ഈ ശിഷ്യന്മാരുടെ കാല് കഴിയ ഭാഗം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഞാനെടുത്ത് വായിച്ചു. ഞാൻ കർത്താവ് ചോദിച്ചു, കർത്താവ് ഇതിനകത്ത് എന്തോ ഞാൻ പറയുന്നത്? ഒന്ന് കർത്താവ് പറയാ, നാളെ വരുന്ന എല്ലാ 35 പിള്ളേരുടെ കാല് നീ കഴുകണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ട ദർശനം എന്താ പറയുക, ഈ നമ്മുടെ പിള്ളേർക്ക് നാട്ടിലൊക്കെ നടക്കുന്നത് കണ്ടുണ്ട്. അവരിങ്ങനെയാണ് നടക്കുന്നത്, ഇങ്ങനെ. അപ്പൊ ഈ എന്റെ മനസ്സിൽ വന്ന് ഈ പൊടി നിറഞ്ഞ കാല അപ്പൊ ഞാൻ ദൈവം കഴണോ? അവനോട് പറഞ്ഞു കഴണം. അപ്പൊ ഈ പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായില്ല എന്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും വരുന്നതിന് മുമ്പ് ഞാൻ എന്താ ചെയ്ത, ആ ഹോളിന്റെ സൈഡിലൊരു ബക്കറ്റ് വെള്ളം, അവർക്ക് ഇരിക്കാനുള്ള കസേരയും കാല് വെക്കാനുള്ള ബേസിനും തോർത്തും കപ്പും ഒക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് മീറ്റിങ്ങിന് വന്നപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളുടെ കാല് കഴുകാൻ പോകും. അപ്പോൾ അവർ പറഞ്ഞു, അവർ പറഞ്ഞു അച്ഛൻ്റെ കാലാണ് ഞങ്ങൾ കഴുകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് എന്നോട് പങ്കില്ല. ഇത് കർത്താവ് പറഞ്ഞു. അപ്പോൾ അവസാനം ഞാൻ എന്താ വെച്ചാൽ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ അപ്പോഴും അറിയുന്നില്ല വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഞാൻ അപ്പുറത്ത് പോയി ഇരുന്ന് മുട്ടമേൽ അവിടെ ഇരുന്നു. ഇവരോട് ഓരോരോ ആൾക്കാർ വരാൻ പറ്റും. ഇവർ ഈ കസേര വന്നിരുന്ന് 2 കാല് ഞാൻ എൻ്റെ കയ്യെ പൊക്കി പിടിച്ച് വെള്ളം കോരി ഒഴിച്ചപ്പോൾ ഈ പൊടി നിറഞ്ഞ ഇതെല്ലാം കയ്യെ കൂടെ ഒഴുകിപ്പോ എൻ്റെ അകത്തുനിന്ന് ചില എന്തോ വായെന്നുള്ള ചില തോന്നലുകൾ. നമുക്ക് അത്രയും ഇതില്ല, പക്ഷെ എവിടെയൊക്കെയോ ചെറിയ സംഭവം ഉണ്ടല്ലോ, ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങി. ഇതുണ്ടല്ലേ ചില സമയത്ത് നമ്മൾ ഈ ജാട കാണിക്കൂലല്ലേ. കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു ജാടയുടെ സ്പെല്ലിംഗ് എന്ന് വന്ന്, അപ്പൊ QJAD എന്ന്. അപ്പൊ എന്തൊരു ക്യൂ എന്തിനാ ഒരു ജാടഗിരി കിട്ടുന്നത്? അപ്പൊ എനിക്ക് ചെറുതായിട്ടൊക്കെ നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്ന സമയത്ത് നമ്മൾ അപ്പത്തേക്ക് പാട്ട് കഴിയുമ്പോൾ ആൾക്കാർ ഇതുപോലൊരു ശബ്ദം ഞങ്ങൾ ചന്ദ്രനിൽ പോലും കേട്ടിട്ടില്ല എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പൊ നമ്മൾ ചെറിയതായിട്ട് ഒരു അഹംഭാവം കയറുമല്ലോ. അപ്പൊ ഈ കാല് കഴുകാൻ തുടങ്ങുമ്പോൾ എൻ്റെ അകത്ത് നീ ചെറുതായിട്ടുണ്ടായിരുന്ന ഈ അഹംഭാവങ്ങളൊക്കെ പൊട്ടാൻ തുടങ്ങി. അത് പുറത്ത് വന്നെന്തോ കണ്ണുനീരായിട്ട് പുറത്ത് വരാൻ തുടങ്ങി. ഞാനത് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയിട്ട് നിർത്താൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ഫ്ലോയിങ്. വന്നിരുന്ന് പിള്ളേർ എൻ്റെ കരച്ചിൽ കണ്ടാന്ന് എനിക്കറിയാം. അവർക്കും ഇത് ഉൾക്കൊള്ളാൻ അങ്ങോട്ട് പറ്റുന്നില്ല. അവരും കരയാൻ തുടങ്ങി. 35 പേരെ കാല് കഴുകിയിട്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെ കാലും കഴിയ ശേഷം ഞാൻ
ഈ ഹാളിൻ്റെ അവിടെ പോയി ഇരുന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിള്ളേർ ഒറ്റയൊരെണ്ണം കരച്ചിൽ നിർത്തിയിട്ടില്ല. ഞാനും കൂടെ എന്ന് കരഞ്ഞു. അന്ന് പ്രസംഗം നടന്നില്ല, പാട്ട് നടന്ന, ഫുൾ ദിവസങ്ങളിൽ കരയുമായിരുന്നു. അന്ന് വന്ന ആ 10th, 11th, 12th പഠിക്കുന്ന പിള്ളേർ ഹയർ സ്റ്റഡീസിനോട് ബന്ധത്തിൽ ബാംഗ്ലൂരിൽ, മംഗലാപുരത്ത്, നാമക്കൽ, സേലം ഒക്കെ പോയിട്ട് ശക്തരായ സ്റ്റുഡൻറ് ലീഡേഴ്സായി മാറി. അവർ പല മീറ്റിംഗ്സിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയി. 400 പേര് വരുന്ന നോൺ ബിലീവേഴ്സിന്റെ കൂട്ടങ്ങൾ ഇവർ കോളേജിൽ നിന്ന് വിളിച്ച് ബസ് പോലും കോളേജിൽ നിന്ന് വിട്ടേക്ക്. അത്രയ്ക്ക് അത്ഭുതങ്ങൾ അവരിൽ കൂടെ പ്രവർത്തിച്ചു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ നന്നായാൽ എൻ്റെ കുഞ്ഞുങ്ങൾ നന്നാവും. നമ്മൾ വേറെ ആരെയും നന്നാക്കാൻ പോണ്ട. എൻ്റെ ഉള്ളിലൊരു താഴ്മ ദൈവമേ തരണമേ. അവിടെ ബൈബിൾ പറഞ്ഞേക്ക് ക്ലോത്ത് യുവർ സെൽഫ്, ഇത് ധരിക്കണം. ഞാൻ തലേ കൈവന്ന് വെച്ച് മനസ്സിലും അങ്ങനെ ഇറങ്ങി വരത്തില്ല. നമ്മൾ വീട്ടിൽ പോയിരുന്ന് പ്രാപിക്കണം. കാരണം ഈ ഡ്രസ്സ് ചെയ്യുന്ന നിങ്ങൾ ആരിലും ഈ ഷർട്ടും പാൻറ്റും ഒക്കെ ധരിക്കുന്ന എങ്ങനെ വായുവിലോട്ട് ഇറങ്ങി ചാടി അകത്ത് കയറുവാന്നോ? അങ്ങനല്ല, ഇറ്റ്സ് നോട്ട് ഈസി. അങ്ങനെയല്ല, നമ്മൾ ധരിക്കണം. ഇച്ചിരി പാടാ. വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഇച്ചിരി കുനിയാനൊക്കെ ഇച്ചിരി പാടാ. ഷർട്ടിന്റെ ബട്ടൺസ് ഏതെങ്കിലും തെറ്റിയാൽ പിന്നെ ഫുൾ അഴിക്കണം. നമ്മൾ ഇച്ചിരി പാടാ. ഡ്രസ്സിങ് ഇസ് നോട്ട് ഈസി. അതുപോലെ ഈ കമ്പാഷനൊക്കെ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ പ്രാർത്ഥിച്ച് 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 ഈ നഷ്ടപ്പെട്ടു പോയ മനസ്സിലും നഷ്ടപ്പെട്ടു പോയ താഴ്മ ദൈവസന്നിധിയിൽ ഇരുന്ന് ഇത് മടക്കി കൊണ്ടുവരണം. എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ ഉപവാസം ഇനി കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, ഈ മനസ്സലവ് തിരിച്ചു കിട്ടാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം, പക്ഷെ ഉപവാസം ഈ താഴ്മ മടങ്ങി വരാൻ വേണ്ടിയാ. യു ഷുഡ് ക്ലോത്ത് യുവർസെൽഫ്. രണ്ടാമത് നമുക്ക് നോക്കാം 13ാമത്തെ വാക്യം. 13ാമത്തെ വാക്യം വായിച്ചു. 13ാമത്തെ വാക്യം. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ദൈവം പറയാ ക്ഷമ. വാ, ഇത് ഭയങ്കര ഒരു അനുഗ്രഹം കേട്ടോ. അതും അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ക്ഷമ എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിങ്ങളെ ക്ഷമിച്ചതുപോലെ. അപ്പൊ ഞാനിത് ധ്യാനിച്ചപ്പോൾ ഞാൻ ഒരു ദൈവം ക്രിസ്തു ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ that means God is going to give us the grace to forgive like Christ forgave us. അപ്പൊ എനിക്കത് ഒന്നാമത് ക്രിസ്തു ക്ഷമിച്ച ഒരു കാര്യം നമുക്ക് ഇതുവരെ നമുക്ക് അങ്ങോട്ട് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. And God is telling you are going to do the same like that. ക്രിസ്തു ക്ഷമിച്ചതുപോലെ how did he forgive? You have to forgive. അങ്ങനെ അന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കർത്താവിനോട് നമ്മളോട് പറയൂ. He's going to give us the grace to forgive just like he forgave. Wow. That means people are going to see Jesus through you. നീ ക്ഷമിക്കുന്നത് കാണുമ്പോൾ അവർ പറയും ഇത് പണ്ട് യേശു ക്ഷമിച്ചതുപോലെയാണല്ലോ. അതുപോലെ അവർ പറയും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ക്രിസ്തു ക്ഷമിച്ചതുപോലെ. ഞാൻ ഈ ക്രിസ്തുവിന്റെ ക്ഷമയെക്കുറിച്ച് ഇച്ചിരി സ്റ്റഡിയൊക്കെ ഞാൻ ചെയ്തു. ഞാൻ ഈ ഗോസ്പൽസ് 4 ആ ക്രൂശിയറിന്റെ ഭാഗം ഞാൻ പല സമയത്ത് വായിച്ചു. കാരണം എനിക്ക് ഇത് ഇത്രയും നാളായിട്ട് ഐ സ്റ്റിൽ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ക്യാൻ ഹി ഡു ഇറ്റ്. അപ്പൊ ഞാൻ ഈ പഠിച്ച് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ ഈ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ചെറിയൊരു സ്റ്റഡി ചെയ്തു. കാരണം അവർ പുള്ളി ഇതാ പറഞ്ഞേ, ഒരു 33 വയസ്സൊരാളിനെ ഏകദേശം ഒരു 60-70 കിലോ ഭാരമുള്ള ആളായിരിക്കും ഏകദേശം ആ ഒരു പ്രായം, 75 കിലോ. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെ ഈ ആണിയിൽ സ്വന്തം കയ്യിലും കാലയിലും ആണിയിൽ അടിച്ച് തൂക്കിയിട്ടാൽ ഈ 70 കിലോ ഉള്ള മനുഷ്യൻ ഈ ക്രൂശി കിടക്കുമ്പോൾ എന്തോ ആ ശരീരത്തില് ശാസ്ത്രീയമായ അല്ലെങ്കിൽ മെഡിക്കൽ രീതിയിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ള പുള്ളി പഠിച്ചു നോക്കുമ്പോൾ ഞാനിത് വായിച്ച് ഞാൻ വല്ലാതെ. പുള്ളി പറയും ഇവിടെ അടിച്ച് വെക്കുന്ന ഈ കാര്യം താഴെ നമ്മൾ ഈ കാണുന്ന കയറൊന്നും അവിടെ ഒന്നും കെട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. ഈ ഇതേൽ അടിച്ച് കെട്ടിട്ട് തൂങ്ങി നിൽക്കുക. അവർ ചെയ്തൊരു പരിപാടി പറഞ്ഞാൽ യേശുവിനെ ഈ ഒരു 45 ഡിഗ്രി നമുക്ക് കാല് മടക്കിയിട്ടാണ് ഈ 6 ഇഞ്ച് ആണി കുത്തിയത്. അവർ ചെയ്തതിൻ്റെ ഒരു കാരണം ഇങ്ങനെ നമുക്ക് സാധാരണ ഒരു 5-10 മിനിറ്റ് നിൽക്കാൻ പറ്റത്തില്ല. കുറച്ചു നേരം നിങ്ങളൊന്ന് വീട്ടിൽ പോയി ട്രൈ നിന്ന് കഴിയുമ്പോൾ നമ്മൾ വിറയ്ക്കാൻ തുടങ്ങും. ശരി, കാര്യം നമ്മുടെ നോർമൽ പൊസിഷൻ ഇങ്ങനെ ദൈവം തന്നിരിക്കുന്നത്, നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ യേശു മാക്സിമം വേദന അവർ അനുഭവിപ്പിക്കാൻ വേണ്ടി യേശുവിനെ അങ്ങനെ നിർത്തിയിട്ട് തൂക്കി നിൽക്കുമ്പോൾ എന്തോ സംഭവം എന്നറിയാം, ഈ കയ്യെ തൂങ്ങി കിടക്കുമ്പോൾ ഇവിടെ കയറി അങ്ങ് പ്രഷറാവും. കാര്യം ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. നോർമലായിട്ട് ബ്രീത്ത് നമ്മൾ ഈ പണ്ട് കണ്ടിട്ടില്ലേ, നമ്മൾ ഈ വെള്ളത്തിനകത്തൊക്കെ നമ്മൾ ഈ പിള്ളേരുമായിട്ട് മത്സരിക്ക് വെള്ളത്തിനകത്ത് മുക്കി വെച്ചിട്ട് എത്ര നേരം ശ്വാസം നമ്മൾ കൊച്ചിലൊക്കെ ചെയ്ത കുറേ നേരം നമ്മൾ പിടിച്ചു വെക്കാൻ പറ്റാതെ ആവുമ്പോൾ നമ്മൾ പൊങ്ങും എന്തുവോ നമ്മൾ വിചാരിക്കും ആ അടുത്ത ഏരിയയിലുള്ള സകല ഓക്സിജനും നമ്മൾ വലിച്ചു കയറ്റുന്നത് പോലെ നമ്മൾ ശ്വാസം എടുക്കുന്നില്ലേ. ഇതുപോലെ യേശു ഇങ്ങനെ നിന്ന് ശ്വാസം കിട്ടാതെ വരുമ്പോൾ യേശു പൊങ്ങും. ചവിട്ടുന്നത് എവിടാ? ഈ ആണിയിലോട്ടാ ചവിട്ടുന്നത്. പിന്നെ മുറി ഡീപ്പറാവുക, പിന്നെ വേദന കാരണം വന്ന് വീഴുക താഴോട്ട്. എവിടാ? ഈ കയ്യിലോട്ട്.
എന്നിട്ട് ആ ഡോക്ടർ പറയും ഇത്രയും വെയിറ്റ് ഉള്ള ആൾ അങ്ങനെ കിടക്കുമ്പോൾ വീഴുമ്പോൾ പതുക്കെ പതുക്കെ ഈ ജോയിന്റ്സ് 3 ജോയിന്റ്സ് ആയി കയ്യിൽ 3 ജോയിന്റ്സ് വിട്ടുവിട്ട് പോകാൻ തുടങ്ങും. ഒറ്റ എല്ലോടുന്നില്ല, പക്ഷെ വിട്ടുവിട്ട് പോകും. കാര്യം ബോഡി വെയിറ്റ് കൈ ഇത്രയും താങ്ങാൻ പറ്റത്തില്ല. അവസാനം ഒരു കൈ, ആ ഡോക്ടർ പറയുന്ന 6 മണിക്കൂർ അങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു കൈ 6 ഇഞ്ചോളം 9 ഇഞ്ചോളം നീണ്ടു പോകുന്നു ഒരു കൈ. അപ്പൊ ദാറ്റ് മീൻസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്ന ആൾ അവസാനം യേശു തൂങ്ങി ഇങ്ങനെ ആയിപ്പോയി. കാര്യം കൈയിന് നീളം കൂടി. അപ്പൊ അവിടെ അങ്ങനെ ചവിട്ടുമ്പോൾ പിന്നെ ശ്വാസം എടുക്കാൻ പിന്നെയും പാടാ. എന്നിട്ട് ഈ ഓക്സിജൻ കണ്ടന്റ് കുറഞ്ഞ് നമ്മുടെ സാധാരണ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ 72 ടൈംസ് പെർ മിനിറ്റ്. പക്ഷെ ഈ ഓക്സിജന്റെ കണ്ടന്റ് നോർമൽ രീതിയിൽ ശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ബ്രീത്തിങ് കിട്ടാതെ ഹാർട്ട് ബീറ്റിന്റെ സ്പീഡ് 220 ടൈംസ് സ്പീഡായിരുന്നു. ദാറ്റ് മീൻസ് യേശു ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇത് സകലതും നിവൃത്തിയായി എന്ന് പ്രാർത്ഥിച്ച് പറയുന്ന സമയത്ത് എന്താണെന്നറിയാം, ഈ ഹാർട്ടിന് ഇതിന്റെ ബീറ്റിന് സ്പീഡ് കൂടി താങ്ങാൻ പറ്റാതായിട്ട് ഇത് പൊട്ടി തെറിക്കും എന്നാണ് പറയുന്നത് ഡോക്ടർ. അപ്പൊ നമ്മൾ ഈ പുറമേ മാത്രം കണ്ടുള്ളൂ വാട്ട്സ് ഹാപ്പനിങ്, പക്ഷെ യേശുവിന്റെ അകത്തും പൊട്ടി തെറിക്കുമായിരുന്നു. എന്നിട്ട് ഇത്രയും വേദന സഹിച്ചിട്ട് ആ കർത്താവ് പറയുന്നത് ഇവർ ചെയ്യുന്ന അറിയായം കൊണ്ട് ഇവരെ ക്ഷമിക്കണമെന്ന്. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. സാധാരണ നമ്മൾ ക്ഷമിക്കാൻ എപ്പോഴാണ് എളുപ്പം? സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണോ അതോ വേദനയിൽ ഇരിക്കുമ്പോഴാണോ? പറ. അല്ലേ, വേദന നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ ആരെയും തമാശ പറയാൻ നമ്മൾ ചിരിക്കുമോ? നമ്മൾ പറയും പോടാൻ്റെ പാടില്ല, ചുമ്മാ ഞാനിവിടെ വിഷമിച്ചിരിക്കുമ്പോൾ നീ തമാശ ആണോ? നമ്മൾ ഈ ഇങ്ങോട്ട് കയറി വന്ന വഴിക്ക് നമ്മുടെ ഈ കാലിന്റെ ചെറിയ വിരൽ ആ സൈഡിലൊന്ന് തട്ടിയിട്ടുണ്ട് പുള്ളിയിൽ തട്ടിയപ്പോൾ ഒരു ഭയങ്കര വേദന. ഒരാൾ അതേ ചവിട്ടും കൂടെ ചെയ്താലോ? നമ്മൾ വേണമെങ്കിൽ ഇംഗ്ലീഷ് വാക്കിന് ഒരു പുതിയ ഡിക്ഷണറി നമ്മൾ ഇറക്കും. കാരണം ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൊർഗീവ് വെൻ യു ആർ ഇൻ പെയിൻ. ഇറ്റ് ഈസ് നോട്ട് ഈസി. വി ഹാവ് ഗോൺ ത്രൂ ഓൾ ദാറ്റ് സ്റ്റേജസ്, റൈറ്റ്? പക്ഷെ ബൈബിൾ പറയാ വേദനയുടെ അങ്ങേ അറ്റം കിടന്നപ്പോൾ യേശു പ്രാർത്ഥിക്കുക ഇവർ ചെയ്യുന്ന അറിയാൻ കൊണ്ട്. ഇത് ആരെങ്കിലും അറിയാതെയാ നീ ആണി അടിച്ചത്? ആരെങ്കിലും അറിയാതെയാ നീ ചാട്ടുവാറ എടുത്തടിച്ചത്? എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ. പക്ഷെ എന്തുവാ കർത്താവ് പ്രാർത്ഥിച്ച് ഈ അടിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഞാൻ അവിടെ കിടക്കുന്നുള്ള കാര്യം അവൻ അറിയത്തില്ലെന്ന്. അവന്റെ പാപങ്ങൾക്ക് വേണ്ടിയും കൂടെയാ ഞാൻ കിടക്കുന്നുള്ള കാര്യം ഇവൻ അറിയത്തില്ല. ക്രിസ്തു ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങും. ഐ ആം നോട്ട് ഗോയിങ് ടു ദ തേർഡ് പോയിന്റ്. സമയം കഴിഞ്ഞു. It's about love, sharing the gospel. Yes. സ്നേഹം വരുമ്പോൾ സുവിശേഷം പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. Our lives have to change. കണ്ണടച്ചേ. ഇന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് ഏതെങ്കിലും ഒരു ഭാഗം അത് നിങ്ങളോടായിരുന്നെങ്കിൽ ആ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ആ കൈ വന്ന് വെച്ചെന്ന് പ്രാർത്ഥിച്ച്. ഇറ്റ് കുഡ് ബി എനിത്തിങ്, എനി പാർട്ട് ഓഫ് ദ മെസ്സേജ്. ഇഫ് ഇറ്റ് വാസ് ഫോർ യു, put your hands next to your heart. Talk to Jesus. യേശുവിനോടൊന്ന് പറഞ്ഞേ. യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ലോകസ്നേഹം മാറിടുമ്പോൾ ദൈവസ്നേഹം അരികിൽ വരും. ലോകസ്നേഹം മാറിടുമ്പോൾ ദൈവസ്നേഹം അരികിൽ വരും. അതു പ്രാണനെ തണുപ്പിക്കുന്നു, പുതുജീവനെ അവൻ നൽകുന്നു. അതു പ്രാണനെ തണുപ്പിക്കുന്നു, പുതുജീവനെ അവൻ നൽകുന്നു. യേശുവേ നീ എൻ്റെ പ്രാണസഖിയാണ്, എന്നും നിൻ കൂടെ
വാഴുവാനാശയെ യേശുവേ നീ എൻ്റെ പ്രാണസഖിയാണ് എന്നും നിൻ കൂടെ വാഴു. How many of you want to sing that song to Jesus? Oh, യേശുവേ നീ എൻ്റെ പ്രാണസഖിയാണ് എന്നും നിൻ കൂടെ വാ